again welcome you all to today's webinar conducted by Preamble Education, and I am Ajmal Aziz. And joining with us is our academic coordinator, our mentor, Dr. Arun sir. Dr. Arun sir, I hope you can clearly hear my sound and you are in this meeting. Yeah. Okay, thank you sir, thank you. So let us give you an introduction. First of all, നമുക്ക് സാധ്യതകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അതായത് KAS എക്സാമിനേഷൻ, അതിന്റെ മെയിൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ഇന്നാണോ ഔട്ടാണോ എന്നുള്ളത്. 3 സ്ട്രീം ഉണ്ട്. 3 സ്ട്രീമിന്റെയും കാര്യങ്ങൾ നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എക്സാമിനേഷൻ ഓൾ ടുഗദർ നിങ്ങളെല്ലാം എഴുതിയതാണ്, അതുകൊണ്ട് അതിന്റെ ഒരു അനാലിസിസ് ഇവിടെ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേപ്പർ 1 പേപ്പർ 2 രണ്ടും എഴുതിയിരുന്നു. പേപ്പർ 1 കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പേപ്പർ 2ലേക്ക് വരുമ്പോഴേക്കും മാർക്ക് സ്കോറിംഗ് ആയിരുന്നു. ആ ഒരു പേപ്പറിൽ നിന്ന് തന്നെ ആയിരിക്കണം പലരും മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ ക്വാളിഫൈഡ് ആവുന്നതും. ദെൻ കട്ട് ഓഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് അനാലിസിസിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവലിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എക്സാമിന് കുട്ടികളുടെ പ്രിപ്പറേഷനെ പറ്റിയിട്ട്, അതായത് എത്രത്തോളം അവർ പെർഫോം ചെയ്തു എന്നതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേക്കൻസീസ് എത്രയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് നമുക്കൊരു കട്ട് ഓഫ് പറയാൻ സാധിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഈ KAS എക്സാമിനേഷൻ വൺസ് ഇൻ എ വൈൽ എന്നൊക്കെ പറയേണ്ടി വരും. 5-6 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീവിയസ് പാറ്റേൺ ഒന്നും നമുക്ക് എന്താണ് പ്രഡിക്റ്റ് ചെയ്തിട്ട് കട്ട് ഓഫ് ചെയ്യാം, എല്ലാ വർഷവും ഒരു 50-നകത്താണ് കട്ട് ഓഫ് അല്ലെങ്കിൽ 100-നകത്താണ് കട്ട് ഓഫ് എന്നൊരു രീതിയിലേക്ക് UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ചിലപ്പോൾ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ നോക്കുന്നത് മുൻ വർഷത്തിലെ ഒരൊറ്റ പരീക്ഷ നടന്നപ്പം എത്ര കുട്ടികളാണ് പരീക്ഷ എഴുതിയിരുന്നത്, എത്ര വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്തു, എത്ര പേര് മെയിൻസ് എഴുതി എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്കുള്ളൊരു ഡേറ്റ എന്ന് പറയുന്നത് അറൌണ്ട് 3 lakh കുട്ടികളായിരുന്നു സ്ട്രീം 1-ൽ എഴുതിയിരുന്നത്. അതേപോലെ തന്നെ ഒരു 19,000 to 20,000 ആ ഒരു റേഞ്ചിലായിരുന്നു സ്ട്രീം 2-ൽ എഴുതിയിരുന്നത്. സ്ട്രീം 3ലേക്ക് വരുമ്പോഴേക്കും 2,000 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇത്തവണ അതിന്റെയൊക്കെ പകുതിയിലും താഴെയുള്ള കുട്ടികളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു കട്ട് ഓഫ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീം 1-ൽ ഇത്തവണ എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത് തന്നെ ലൈക്ക് കൺഫർമേഷൻ കൊടുത്തത് 1.5 ലക്ഷം കാൻഡിഡേറ്റ്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ 52% കുട്ടികൾ മാത്രമേ പരീക്ഷ എഴുതിയിട്ടും ഉണ്ടായിരുന്നുള്ളൂ. ദെൻ സ്ട്രീം 2-ലേക്ക് വരുമ്പം 9,000 കാൻഡിഡേറ്റ് ആണ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തത്. ദെൻ സ്ട്രീം 3-ലേക്ക് വരുമ്പം 995 കാൻഡിഡേറ്റ്സ് ആണ് കൺഫർമേഷൻ കൊടുത്തത്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു 52% മാത്രമായിരുന്നു പരീക്ഷ എഴുതിയിട്ടും ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രീം 1 ഓഫ് കോഴ്സ് അതിലെ UPSC സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കൊരു വരുമ്പം കട്ട് ഓഫ് ഒരു അല്പം കൂടി നിൽക്കാൻ ഒരു എബോവ് 90 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് പോവുകയും സ്ട്രീം 2-ലേക്ക് വരുമ്പോഴേക്കും കട്ട് ഓഫ് അതിലും താഴെ വന്നിട്ട് മുൻ വർഷത്തിലെ പോലെ തന്നെ കട്ട് ഓഫ് അതിലും താഴെ വന്നിട്ട് 65-ന് മുകളിലുള്ളവർക്കും പ്രതീക്ഷിക്കാം. 70 ഒക്കെ ഉണ്ടെങ്കിൽ സേഫ് സോൺ ആണെന്ന് പറയേണ്ടി വരും. എന്നാൽ സ്ട്രീം 3-ലേക്ക് വരുമ്പം ഒരുപക്ഷെ എഴുതിയ എല്ലാവരും, ഓക്കെ, അത് അതിശയോക്തിയല്ല, എഴുതിയ എല്ലാവരും മെയിൻസ് എഴുതേണ്ട സാഹചര്യമാണ്. കാരണം 995 കാൻഡിഡേറ്റ്സിൽ നിന്നും ഒരു 700 കാൻഡിഡേറ്റ്സ് എങ്കിലും വേണം മെയിൻസ് എക്സാം എഴുതുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും കാൻഡിഡേറ്റ്സ് എക്സാം എഴുതിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഉറപ്പിക്കാൻ പറ്റുന്നത്. കാരണം 52% ആണ് ആകെ കൺഫർമേഷൻ കൊടുത്തതിൽ നിന്ന് എക്സാം എഴുതിയത്. അതുകൊണ്ട് തന്നെ സ്ട്രീം 3-ൽ എൻ്റെ ഈ വോയിസ് കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളും പ്രതീക്ഷ കളയാതെ തന്നെ, അത്യാവശ്യം പെർഫോം ചെയ്ത ഒരാളും പ്രതീക്ഷ കളയാതെ തന്നെ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളിലേക്കും വരിക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇത്രയുമാണ് നമുക്ക് പ്രിലിംസിൽ നിന്നും മെയിൻസിലേക്ക് റിസൾട്ട് വരാത്തത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. കാരണം പലർക്കും ഈ കൂട്ടത്തിൽ ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ കാര്യങ്ങളിലേക്ക് വിളിക്കുന്ന ആളുകൾക്കുള്ള സംശയങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അവരുടെ ഒരു പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു കട്ട് ഓഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പ്രതീക്ഷ ഉള്ളവർ അത് കളയാതെ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, ഡേറ്റ് എല്ലാം ഓൾറെഡി നമുക്ക് മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് എല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അസ്ലം യെസ് വന്നിട്ടുണ്ട്, അപ്ലോഡ് പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 1-on-1 മീറ്റിങ്ങും അതേപോലെ ഒരു ചാറ്റ് സെഷനും ഒക്കെ ഇതിന്റെ അവസാനത്തേക്കായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ സംശയങ്ങളും മറ്റ് ക്ലാരിഫിക്കേഷൻസും ഒക്കെ വരാം. ഓക്കെ, നമ്മളൊരു ഫസ്റ്റ് തുടങ്ങി ആ ഒരു മെയിൻസ് എക്സാമിനേഷന്റെ പാറ്റേണും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷം, മെയിൻസ് ആൻസർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം, നമ്മുടെ തിര പ്രോഗ്രാമിനെ പറ്റിയിട്ട് കൂടി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം ഇന്നത്തെ ഒരു ദിവസം തീർത്തിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന്. കാരണം മെയിൻസ് ആർക്കും വലിയ പരിചയമുള്ളതല്ല PSC മെയിൻസ് ഈ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ കമ്മിങ് ബാക്ക് ടു അവർ ഡിസ്കഷൻ, നമ്മൾ പറഞ്ഞു വന്നത് മെയിൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട്, തുടങ്ങി വരുന്നതിനുള്ള ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളുമാണ്. തീർച്ചയായിട്ടും ഇതൊരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്.
അപ്പോൾ ആ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിലേക്ക് വരുമ്പം നമ്മൾ ഓൾറെഡി പ്രിലിംസിന് കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സിലബസിൽ എന്തായാലും PSC കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, അത് തന്നെയാണ് മെയിൻസിനും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽപ്പെട്ട പലർക്കും പ്രിപ്പയർ ചെയ്തും അതേപോലെ കണ്ടന്റും മറ്റു കാര്യങ്ങളും എല്ലാം അറിയാം. ഇനി അതിനെ നമുക്ക് ഒരു ആൻസർ റൈറ്റിംഗിലേക്ക് കൊണ്ടുവരുമ്പം എങ്ങനെ വേണം അതിനെ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ഒരു കാര്യം നമ്മൾ പഠിക്കാനെടുത്താൽ, സിലബസിൽ ഒരു കീവേഡ് നമ്മൾ പഠിക്കാനെടുത്താൽ അത് എവിടെ വരെ നമ്മൾ പഠിക്കണം, അതിൽ നിന്നും ഏതൊക്കെ പോയിന്റ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം, ഏത് ആംഗിളിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ലൈക്ക് ഇപ്പം സിലബസിൽ ഒരു ഹെഡിങ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതിന് പല ആസ്പെക്റ്റുകളുണ്ട്, അതിന്റെ പല ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഡയറക്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് പല ആസ്പെക്റ്റുകളിലേക്ക് വരും. നമ്മൾ ഇന്നിവിടെ ഡിസ്കഷനിൽ 1-2 ചോദ്യങ്ങൾ കൂടി മെൻഷൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഒരു സിലബസിൽ നിന്ന് ചോദ്യം വരും എന്നതിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ദി ആർട്ട് ഓഫ് ആൻസർ റൈറ്റിംഗ് അത് വളരെ മസ്റ്റ് ആണ്. കാരണം കണ്ടന്റ് അറിയാവുന്നവർ പോലും ഫെയിൽ ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആൻസർ എഴുതുക എന്ന് പറയുന്നത്, എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. ആൻഡ് താങ്ക്സ്, നമുക്കിവിടെ മേ ബി ഇത്തവണ പാറ്റേണിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ചോദ്യങ്ങൾ ഒരുപാട് എലാബറേറ്റഡ് ആയിട്ട് എഴുതാതെ ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊക്കെ എഴുതേണ്ട ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം എന്ന് പറയുന്നത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക, ചോദിച്ച ചോദ്യത്തിന് പ്രിസൈസ് ആയിട്ട് ചോദ്യകർത്താവ് എന്താണോ ഉദ്ദേശിച്ചത് ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രം അവിടെ എഴുതുന്ന ഒരു രീതി, ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ തിര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. തിരയുടെ ഷെഡ്യൂൾ ഞാനൊന്ന് കാണിച്ചു തരാം. തിരയുടെ ഒരു ഷെഡ്യൂൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ജൂൺ 23-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ആക്ച്വലി ഒരു ക്ലാസ് എന്നുള്ളൊരു രീതിയല്ല വരുന്നത്, റാദർ ക്ലാസ്സുകളും പഠിച്ചതിനെയും ബേസ് ചെയ്തുകൊണ്ട് എൻറ്റയർ സിലബസിനെ നമ്മൾ ഷെഡ്യൂൾ ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഷെഡ്യൂൾസ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു വീക്കെൻഡ് എത്തുമ്പോഴേക്കും ഈ പഠിക്കുന്ന ദിവസത്തിലെ ഓരോ ദിവസത്തെയും ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും അത് നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. ജോയിൻ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും ഇതിന്റെ ആൻസർ റൈറ്റ് ചെയ്യുകയും അത് ആ എൻഡിൽ, അതായത് ആ വീക്കെൻഡിൽ സൺഡേസിലായിട്ട് നിങ്ങൾക്ക് പ്രിയാമ്പിളിന്റെ ആ ഒരു കോർഡിനേറ്ററിന്റെ നമ്പരും അതേപോലെ തന്നെ ഗ്രൂപ്പും ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിലേക്ക് നിങ്ങൾക്ക് ആൻസർ റൈറ്റ് ചെയ്ത് തരാം. അത് പൂർണ്ണമായിട്ടും വാല്യൂ ചെയ്ത് നിങ്ങളുടെ ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെന്റ് വരേണ്ടത് അത്തരം കാര്യങ്ങൾ അടങ്ങുന്ന ഒരു നോട്ട് നിങ്ങൾക്ക് തിരിച്ചു ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീക്കെൻഡിൽ സൺഡേസിൽ മെന്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടാകും. ഇത് തന്നെ നമ്മൾ എന്താണ് എല്ലാ വീക്കിലും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതായത് ഒരു വീക്കിൽ 6 ദിവസത്തേക്ക് നമുക്ക് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പഠിക്കുകയും ടെസ്റ്റ് എഴുതുകയും അതിനുശേഷം ആ ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. മെന്ററുമായിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാകും. അഗെയിൻ നെക്സ്റ്റ് വീക്ക് അങ്ങനെ നമ്മൾ വീക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ട് ഈ ഡേ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഡേ 1:15 ആകുമ്പോഴേക്കും നമ്മളുടെ KEസിന്റെ മെയിൻസ് എക്സാമിനേഷൻ എത്തിയിട്ടുണ്ടാകും. ആൻഡ് ലാസ്റ്റ് യു വിൽ ബി ഹാവിംഗ് 3 ഫുൾ ടെസ്റ്റ്. നമ്മളുടെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്ന പാറ്റേണിൽ 3 ഫുൾ ടെസ്റ്റുകൾ കൂടി കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും നമ്മൾ നിങ്ങളെ എക്സാം ഹാളിലേക്ക് പറഞ്ഞു വിടുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി അബൌട്ട് തിര പ്രോഗ്രാം. ഇതൊരു 1 ഔട്ട്ലൈൻ മാത്രമാണ്. പലർക്കും തിര എന്താണെന്നുള്ള കാര്യത്തിലും മറ്റും ഇൻഡിവിജ്വൽ ആയിട്ട് പല സംശയങ്ങളും ഉണ്ടായിരിക്കും. എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, അതേപോലെ തന്നെ ആൻസർ റൈറ്റിങ്ങിന് തുടങ്ങി വരുമ്പം ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങുമ്പം അതിൽ എന്തൊക്കെ ഡൗട്ട്സുകൾ വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനൊരു സെഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത്. അത്തരം ഡൗട്ടുകളൊക്കെ നമുക്ക് ഇന്നിവിടെ തീർത്ത് തുടങ്ങാം. അതിനുശേഷം കോർഡിനേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മറ്റ് ഡൗട്ടുകളും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ആൻസർ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ, മറ്റു പ്രോഗ്രാം ഡീറ്റെയിൽസുകളും ഒക്കെ നമ്മൾ നെക്സ്റ്റ് അരുൺ സാർ ആയിരിക്കും നമ്മളോടൊപ്പം ഇന്ററാക്ട് ചെയ്യാനായിട്ട് വരുന്നത്. ആൻഡ് KEസിന്റെ മെയിൻസ് ക്ലാസ്സുകൾ, അതായത് പ്രിലിംസിന്റെ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവരും ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കും KEസിന്റെ മെയിൻസ് ക്ലാസ്സുകളും അതേപോലെ തന്നെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്ന പേരിൽ പബ്ലിഷ് ചെയ്യുന്ന 3 ബുക്കുകളും ഇത് പ്രിയാമ്പിളിൽ അവൈലബിൾ ആണ്. മെയിൻസ് ക്ലാസ്സുകൾ പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ കംപ്ലീറ്റ് പാക്കേജ് തന്നെ ആയിരിക്കും വരുന്നത്. മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും, ടെസ്റ്റുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും, 1-on-1 മെന്ററിംഗ് ഉണ്ടാകും. ഫൈനലി യു ക്യാൻ ബിക്കം എ KES ഓഫീസർ ബൈ ക്ലിയറിംഗ് ദിസ് എക്സാമിനേഷൻ ആഫ്റ്റർ അറ്റൻഡിങ് ദ ഇന്റർവ്യൂ. ഇതാണ് നമ്മളുടെ പാക്കേജ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ഈ പറയുന്നതിനപ്പുറത്തേക്ക്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് 1000 സംശയങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സെഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം തുടർന്നുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു സെഷനിലേക്ക് ഞാൻ ഡോക്ടർ അരുൺ സാറിനെ കൂടെ ക്ഷണിക്കുകയാണ്. സർ, am I audible? കേൾക്കാം. ഓഡിബിൾ ആണ് പറയൂ. വെൽക്കം സാർ, വെൽക്കം സാർ. സാറിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
3 തവണ സിവിൽ സർവീസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ KAS മെയിൻസ് എക്സാമിനേഷനും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ആൻഡ് വൺ ഓഫ് ദി ടോപ്പ് ഫാക്കൽറ്റീസ് ഇൻ കേരള എമംഗ് ദ UPSC ആൻഡ് PSC ഏരിയ. സോ നിങ്ങൾക്ക് ഏതൊരു സംശയവും ക്ലിയർ ചെയ്യാൻ ഇതിലും നല്ലൊരു അവസരം ഉണ്ടാവുകയില്ല. സോ ആൻസർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാർ ഒരു ബ്രീഫിംഗ് തരും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. സോ സാർ, യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ ഓഡിബിൾ അല്ലേ? ബാക്കിയുള്ളവർക്ക് ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? യെസ് സർ. ഓക്കെ, താങ്ക് യു. സോ കേസ് ഇന്ന് ഇപ്പോ കുറച്ചധികം പേർക്ക് ഇപ്പോ എന്താ പറയാ, പ്രൊഫൈലിനകത്ത് മെസ്സേജ് വന്നിട്ടുണ്ട്. നല്ല കാര്യം, നല്ല കാര്യം. ഓക്കെ, സ്ട്രീം 1-ലുള്ള അധികം പേർക്കും വന്നിട്ടില്ല. സ്ട്രീം 3-ലുള്ളവർക്കും സ്ട്രീം 2-ലുള്ളവർക്കുമാണ് അധികം പേർക്കും ഈ പറയുന്ന രീതിയിൽ ഓക്കെ ആ ഒരു പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ആ പ്രൊഫൈൽ മെസ്സേജ് പറയുന്ന പോലെ കാര്യങ്ങളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്ട്രീം 1-ലുള്ളവർക്കും അടുത്ത ആഴ്ചകളിലേക്ക് തന്നെ അത്തരത്തിലുള്ള മെസ്സേജുകൾ കിട്ടുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷയുള്ള കാര്യം. ഓക്കെ, നമുക്ക് പറയാനുള്ളത് KASന്റെ ഒരു ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. നമ്മൾ പ്രിലിംസ് കഴിഞ്ഞിടും, പ്രിലിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് അല്ലെങ്കിൽ മെയിൻസിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്, ഞാൻ സാറിനെ ഒന്ന് വിളിച്ചോട്ടെ. അജ്മൽ സർ, നമുക്ക് ആ ഒരു കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ സിലബസ് ഉണ്ടാവുമോ? നമ്മളുടെ ആ ഒരു മെയിൻസിന്റെ സിലബസ് ഷെയർ ചെയ്യാൻ ഒന്ന് ഷെയർ. ഓഡിബിൾ ആണ്, പറയൂ. സാറിന്റെ ഇമേജ് കുറച്ച് സ്റ്റക്ക് ആണ്, സിസ്റ്റം നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ ആണ്. ഓക്കെ, അങ്ങനെയാണ്. ഞാൻ ഇമേജ് ഒന്ന് ക്ലോസ് ചെയ്തിടാം, അപ്പോ സൗണ്ട് ക്ലിയർ ആവുമല്ലോ. ഓക്കെ, സോ ഫൈൻ. നമ്മൾ ഒരു മെയിൻസിന്റെ എക്സാമിനേഷൻ എഴുതുവാനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. സോ ദ തിങ് ഈസ്, PSCയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം ഒബ്ജക്ടിവിറ്റി ആണ്. PSCക്ക് കൂടുതൽ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇതുവരെ അങ്ങനെ PSCയുടെ പരീക്ഷകൾ ഇല്ലായിരുന്നു. അവിടേക്കാണ് നമ്മളുടെ KASന്റെ ആദ്യത്തെ പരീക്ഷ വരുന്നത്. KASന്റെ ആദ്യത്തെ പരീക്ഷ വരുമ്പോഴും നമുക്ക് ആകെ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് 3 പേപ്പറുകളുണ്ട്. KASലും GS പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്നുള്ള രീതിയിൽ 3 പേപ്പറുകളുണ്ട്. ഈ 3 പേപ്പറിൽ ഓരോ പേപ്പറിനും 100 മാർക്കാണ്. ഓക്കെ, ഓരോന്നിനും 100 മാർക്കാണ് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് അതിനകത്ത് ആകെ അറിയാവുന്ന കാര്യം. അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം KASന്റെ മെയിൻസ് എഴുതുമ്പോൾ ഇതിലും കുറച്ച് പേരുണ്ട്, കഴിഞ്ഞ മെയിൻസ് എഴുതിയവരുണ്ട് എന്ന് എനിക്കറിയാം. പോകുമ്പോൾ നമ്മളത് UPSC പോലെ വരുമോ അതോ PSC ഇനി പുതുതായിട്ട് എന്തെങ്കിലും കാണിക്കുമോ, അങ്ങനെ ആകെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്കാണ് നമ്മൾ ആ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നത്. പരീക്ഷ എഴുതാൻ പോയപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്തപ്പോൾ എല്ലാവരും നമ്മളുടെ അടുത്ത് പറഞ്ഞിരുന്നത് 10 മാർക്കിന്റെ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള രീതിയിലാണ്. സർ, നമുക്ക് അതിന്റെ ആ ഒരു മെയിൻസിന്റെ മാത്രം അത് തന്നെയല്ലേ? ഓക്കെ, താങ്ക് യു ഡീറ്റെയിൽസ്. താങ്ക് യു. ഓക്കെ, സോ ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടെ എങ്ങനെയാണ് വന്നത്? അവിടെ വന്നത് ആക്ച്വലി 3 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനും ആയിട്ടാണ്. അതിനേക്കാളും വലിയൊരു കാര്യം, ഇത് എഴുതാനുള്ള സ്പേസ് അവർ ബോക്സ് വരച്ചായിരുന്നു തന്നിരുന്നത് PSC. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 2 വരയില് നമ്മൾ പണ്ട് എഴുതി പഠിക്കുന്ന കൈയക്ഷരം നന്നാവൻ എഴുതി പഠിക്കുന്ന 2 ലൈനർ ഉണ്ടല്ലോ, അതൊരു ബോക്സ് ഒക്കെ ആക്കി ആ ബോക്സിനകത്ത് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. അതായത് നിങ്ങളിപ്പോ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, പേപ്പർ 2 എന്നുള്ളൊരു ബോക്സ് കാണുന്നില്ലേ, ആ ഒരു ബോക്സ് അത്രേ തരുള്ളൂ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് എന്നുള്ള രീതിയിലായിരുന്നു. അതായത് നമുക്ക് കുറച്ച് വെള്ള പേപ്പർ അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് സ്പേസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതാം. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ വരയൊക്കെ വരച്ച് അത്ര സെറ്റായിട്ട് നീ അത്രയിനകത്ത് നീ എഴുതിയാ മതി എന്നുള്ള രീതിയിലായിരുന്നു PSC എന്ത് ചെയ്തിരുന്നേ, കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇനി അടുത്ത ഒരു പ്രശ്നം നമ്മൾ നേരിട്ടത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേപ്പറിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ. എന്നാൽ 2 മണിക്കൂറിൽ GS പേപ്പർ 2 ആണെന്നാണ് എന്റെ വിഷയം. പേപ്പർ 3-ൽ 26, പേപ്പർ 2-ൽ 28, പേപ്പർ 1-ലും 28 30 ആയിരുന്നു. ഫോർഗെറ്റ്, ബട്ട് എനിവേ ലൈക്ക് ഓൺ ആൻ ആവറേജ് 26 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ഓരോ പേപ്പറിലും എഴുതുവാനുമായിട്ടുണ്ടായിരുന്നു. അതായത് അവിടെയാണോ പ്രശ്നം വരിക, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. 26 ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം, അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ എഴുതണം. ഒരു 25-26 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാലേ 100 മാർക്കിനുള്ള എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നോക്കണോ. ഒന്നാമത്തെ പ്രശ്നം ടൈം തന്നെയാണ് പ്രശ്നം.
120 minutes 120 മിനിറ്റിൽ നമ്മൾ 26 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതാം. നിങ്ങൾക്ക് അത് കേട്ടിട്ടൊന്നും തോന്നിയില്ലേ? എന്നാ തോന്നിപ്പിക്കാം. 26 ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ 1 മിനിറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ 1 മിനിറ്റ് എടുത്തു, വായിച്ച് മനസ്സിലാക്കി ഒരു ആൻസർ ഒക്കെ എടുക്കാനായിട്ട് നിങ്ങൾ 1 മിനിറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ എന്ത് പറ്റി? 120-നകത്ത് അറ്റ്ലീസ്റ്റ് 20-25 മിനിറ്റ് പോയി. അതായത് നിങ്ങൾ ഇനി 100 മിനിറ്റിൽ താഴെ അല്ലെങ്കിൽ ഒരു 95 മിനിറ്റിലാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്, ആൻസർ എഴുതി എത്തിക്കേണ്ടത്. ഓക്കെ, ആൻസർ എഴുതി എത്തിക്കാൻ നമുക്ക് 95 മിനിറ്റ്സേ ഉള്ളൂ. അതിൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറിയുന്നതായിരിക്കുകയില്ല. അപ്പൊ ചിലത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് കുറച്ചൊന്ന് ആലോചിക്കാനായിട്ട് വരും. അങ്ങനെ ആലോചിക്കേണ്ടി വരുമ്പോൾ വീണ്ടും എന്ത് പറ്റുന്നു? നമുക്ക് ടൈം ഒരു കൺസ്ട്രെയിന്റ് ആയിട്ട് വരുന്നു. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നം ടൈം തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം, നമ്മളിൽ പലർക്കും പല രീതിയിലുള്ള കൈയക്ഷരമായിരിക്കും. ചിലർ വലിയ കൈയക്ഷരമായിരിക്കും, വലിയ അക്ഷരങ്ങളായിരിക്കും. അങ്ങനെ എഴുതി വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ കൃത്യമായ ആൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ തന്നിരിക്കുന്ന സ്പേസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് എഴുതി എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. അത് അടുത്ത പ്രശ്നം. ഇനി മറ്റൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന പലരും പറഞ്ഞിരുന്നു ഇതിനകത്ത് ഡയഗ്രാം വരയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, വിഷ്വൽ ആയിട്ടുള്ള രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും ചെയ്യാൻ അവിടെ യാതൊരു സ്കോപ്പുമില്ല. അതൊന്നും വരയ്ക്കുവാനുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പും ഇല്ലായിരുന്നു. സോ ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് അറിയുമോ ഇല്ലയോ എന്നുള്ള സാധനം വന്നത്. അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇതെപ്പോൾ എഴുതി തീർക്കാനാണ് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു കാര്യത്തിലേക്ക് PSC കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കുറെ പേര് UPSC ആസ്പിരൻസ് ആയിട്ടുള്ള UPSC പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരുണ്ട് എന്ന് എനിക്കറിയാം. അവരെ ഒരു UPSC മോഡൽ ഓഫ് ആൻസർ റൈറ്റിംഗ് മറന്നേക്കും. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത്, ഒരു ബോഡി ഒക്കെ കൊടുത്ത്, ഒരു കൺക്ലൂഷൻ ഒക്കെ കൊടുത്ത്, നമ്മളുടെ സമ്മറി ഒക്കെ വെച്ചിട്ട് ഒരു സാധനം എഴുതാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സ്പേസ് ഇല്ല, അതിനുള്ള ടൈം ഇല്ല, ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ഇറ്റ് ഓൾസോ. അതുകൊണ്ടാണ് അവർ 3 മാർക്കും 5 മാർക്കിന്റെയും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തത്, അവിടെ കൊണ്ടുവന്ന് വെച്ചത്. സോ അതുകൊണ്ട് തന്നെ UPSC ലെവലിൽ നിന്നുള്ള നിങ്ങളുടെ ഒരു ആൻസർ റൈറ്റിംഗ് ഇതിന് ഗുണം ചെയ്യില്ല. ഇനി UPSC പരീക്ഷ എന്നുള്ളത് എഴുതിയിട്ട് പോലും ഇല്ലാത്ത നമ്മളുടെ ഈ പറയുന്ന സ്ട്രീം 2-ലും സ്ട്രീം 3-ലുമുള്ള സർവീസിലിരിക്കുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഭരണഭാഷ മലയാളത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഭാഷയിൽ എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടോ? നമുക്ക് ഇത് കൃത്യമായിട്ട് എഴുതി തീർക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനോ പറ്റുകയില്ല. അപ്പൊ എങ്ങനെയായിരിക്കണം നമ്മളുടെ ആൻസർ? എങ്ങനെയാണ് നമ്മളുടെ ആൻസർ നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ മുഴുവൻ ക്വസ്റ്റ്യനും വായിക്കാൻ പോവാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, ഞാൻ ആ 26 ക്വസ്റ്റ്യനും ആദ്യം വായിച്ചിട്ട് ടിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് നോക്കി അത് ഞാൻ ആൻസർ എഴുതി തുടങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് പോകരുത്. only because you don't have the time. കാരണം നിങ്ങൾ 26 ക്വസ്റ്റ്യനും വായിച്ച് പിന്നീട് ആ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് ആൻസർ എഴുതാൻ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ലോസിങ് നിയർലി ലൈക്ക് അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ്. നിങ്ങൾ തുടക്കത്തിൽ തന്നെ 15 മിനിറ്റ് പുറകിലേക്കാവും. അതുകൊണ്ട് അത്തരത്തിൽ എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് തീർത്ത് ടിക്ക് ചെയ്ത് ഞാൻ പോകുമെന്ന് വിചാരിക്കേണ്ട. പകരം എന്ത് ചെയ്യാം? ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു. യു ഷുഡ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ വായിക്കുക. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് എന്താണ് ഇവർ ചോദിച്ചിരിക്കുന്നത്, എന്താണ് ആ എക്സാക്ട് പോയിന്റ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, യു ഷുഡ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഹലോ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ, സോ ആ ഒരു രീതിയിൽ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇപ്പോൾ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എഴുതണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് ലോജിക്കലായിട്ട് അവിടെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക. സ്ട്രക്ചർ ചെയ്തതിന് ശേഷം നിങ്ങൾ മലയാളത്തിലാണ് എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ, ഈ 2 രീതിയിലും ആക്ച്വലി കോൺഷ്യസ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, കോൺഷ്യസ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഒരു ആൻസർ എഴുതുക. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഒരു ആൻസർ എഴുതുക. ആ ആൻസർ എഴുതുമ്പോൾ 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. ഒന്ന്, നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം. നിങ്ങളുടെ ലാംഗ്വേജ് വായിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ആ കാര്യം മനസ്സിലാകണം. ഇനി അതിലും വലിയൊരു കുഴപ്പം, നിങ്ങൾക്ക് നല്ല ഒരു റൈറ്റിംഗ് സ്പീഡ് കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം.
ആ റൈറ്റിംഗ് സ്പീഡ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ തുടങ്ങുന്നതിന് 5 ദിവസം മുമ്പ് ഞാൻ എഴുതി തുടങ്ങാം, അപ്പൊ പരീക്ഷയ്ക്ക് ഞാൻ അങ്ങ് എഴുതി തകർക്കാം എന്നുള്ള രീതിയിൽ വിചാരിക്കരുത്. യു ഷുഡ് ഡെവലപ്പ് ആൻ ആൻസർ റൈറ്റിംഗ്. ഓക്കെ, ആ ഒരു റൈറ്റിംഗ് സ്പീഡിനായിട്ട് നിങ്ങളുടെ ആൻസറുകൾ ബെറ്റർ ആകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ആ റൈറ്റിംഗ് സ്പീഡ് കൃത്യമായിട്ട് എഴുതി എത്തുവാനായിട്ടാണ് നമുക്ക് ഒരു ആൻസർ റൈറ്റിംഗിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ആവശ്യം. ഓക്കെ, സോ അങ്ങനെ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ക്വസ്റ്റ്യന്റെ കീവേഡ്സ് നമ്മൾ മനസ്സിലാക്കുന്നു, ആ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആ ക്വസ്റ്റിന്റെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 5 എഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതെങ്കിലും 5 എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി തുടങ്ങുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് ഈ പറയുന്ന രീതിയിൽ 42nd അമെന്റ്മെന്റ് വഴിയാണ്. ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവന്നത്, 1976 കൊണ്ടുവന്നത്. അതിനകത്ത് ഉള്ളതൊന്നും ഈ പറയുന്ന രീതിയിൽ നമ്മളത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ പറയുന്ന രീതിയിൽ അത് എൻഫോഴ്സിബിൾ അല്ല, ജസ്റ്റീഷ്യബിൾ അല്ല. ഇങ്ങനെ എഴുതി തുടങ്ങരുത്, അതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെ എഴുതി തുടങ്ങരുത് എന്നുള്ളതാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്. 5 ഫണ്ടമെന്റൽ ഡ്യൂട്ടി എഴുതാൻ പറഞ്ഞ ആ 5 ഫണ്ടമെന്റൽ ഡ്യൂട്ടി എഴുതുക. ഓക്കെ, ദാറ്റ്സ് ആക്ച്വലി ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ, അതായത് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, ഡിമാൻഡ് ടു ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് മാത്രം എഴുതുക. അല്ലാതെ നമ്മൾ ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ പറ്റിയിട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയോ ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല. റിപ്പീറ്റ്, ആ പറയുന്ന നിങ്ങൾക്ക് അതിനെപ്പറ്റി മറ്റൊരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും. ഓക്കെ, ഇപ്പൊ റൈറ്റ് ടു എഡ്യൂക്കേഷനെ പറ്റിയിട്ട് അത്തരത്തിലുള്ള അതിന്റെ ഒരു ഒറിജിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പറയാം. ഓക്കെ, ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ട് 2010 തുടങ്ങിയതാണ്, 15 വർഷമായി. സോ 15 വർഷം കൊണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഗുണം മാത്രം മതി, ദോഷം വേണ്ട. അതിനകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് വേണ്ട, ഹിസ്റ്ററി എന്താണ് എന്നുള്ള രീതിയിൽ വേണ്ട എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ, യു ഹാവ് ടു ഡീകൺസ്ട്രക്ട് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു സ്മോൾ പാർട്ടായിട്ട് 2 പാർട്ടുകളായിട്ട് ആക്ച്വലി എന്ത് ചെയ്യുക, ഡീകൺസ്ട്രക്ട് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക്, ഓക്കെ, 2 ക്വസ്റ്റ്യനും ആൻസർ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ എഴുതുക എന്നുള്ളതാണ് കാര്യം. അപ്പോ ഇങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങുന്നു. അപ്പൊ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ലാംഗ്വേജ് സിമ്പിൾ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതായത് ഈ പറയുന്ന ലാംഗ്വേജിനകത്ത് നിങ്ങൾ കൂടുതൽ ഫ്ലവറി ആയിട്ട്, നമ്മളിപ്പോ എന്താ പറയാ, ഈ കാൽപ്പനികതയും കാവ്യാത്മകവുമായിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജുകളൊന്നും വേണ്ട. വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ മതി. അതായത് PSC-കാരെ നിങ്ങൾ പേടിപ്പിക്കേണ്ട. PSC-കാരെ നിങ്ങൾ പേടിച്ചാൽ അവർ പേടിക്കും. അവര് എന്ത് ചെയ്യും, അവർക്ക് നിങ്ങൾ എഴുതുന്ന എന്താണ് എന്ന് മനസ്സിലാവില്ല. വളരെ സിമ്പിൾ ഇംഗ്ലീഷ്. ഏത് ഇംഗ്ലീഷ്? SCERT ഇംഗ്ലീഷ്. നമ്മളുടെ SCERT ബുക്കിലുള്ള ആ ഇംഗ്ലീഷ് മാത്രം മതി. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജിൽ, മലയാളം എങ്കിൽ മലയാളം, ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ അത് എഴുതി തുടങ്ങും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് പോയിന്റ് ആണ് നല്ലത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് പോയിന്റുകളാണ് നല്ലത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് പാരഗ്രാഫിലേക്ക് പോകാം, അല്ലെങ്കിൽ 2 ചെറിയ പാരഗ്രാഫ് ഒന്നും എഴുതാനുള്ള സ്ഥലമൊന്നും ഇല്ലടോ, അത് വേറൊരു കാര്യം. ഓക്കെ, 2 പാരഗ്രാഫ് ഒക്കെ എഴുതാനുള്ള സ്ഥലമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റുന്നത് ഒരു 100 വേർഡ്സ് ആയിരിക്കും. ഒരു 100 വേർഡ്സിനുള്ളതാണ് അവിടെ കിട്ടുക. നിങ്ങൾ ഒരു 5 മാർക്കിൻ്റെതാണെങ്കിൽ മാക്സിമം ഒരു 150 to 175 വേർഡ്സ്, 150 തൊട്ട് 175 വേർഡ്സിന് വരെയുള്ളതാണ്. ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ കണ്ടൊരു കുഴപ്പം, ചില 5 മാർക്കിന്റെ ക്വസ്റ്റിന് ഒരുപാട് സ്പേസ് തന്നു, ചില 5 മാർക്കിന്റെ ക്വസ്റ്റിന് 3 മാർക്കിന്റെ അത്ര പോലും സ്പേസ് തന്നില്ല. ഓക്കെ, PSC എന്ന് പറയുന്നത് അവിടെ ഇരിക്കണ ഈ ക്വസ്റ്റ്യൻ ഇടുന്നവന്മാർക്ക് എന്ത് ബോധത്തിലാണ് ഇട്ടതെന്ന് വരെ എന്ന് എനിക്ക് അവിടെ നിന്ന് തോന്നിയിരുന്നു. സോ അങ്ങനെ വരുമ്പോൾ എല്ലായിടത്തും 175 വേർഡ്സ് എഴുതാൻ പറ്റിയെന്നും വരില്ല. ചിലയിടങ്ങളിൽ 100-നകത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 5 മാർക്കിന് എഴുതാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് വേർഡ്സ് എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. നിങ്ങൾ അൺനെസസറി ആയിട്ടുള്ള റെപ്പറ്റീഷൻസ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ആണെങ്കിൽ ആദ്യം എഴുതിയ കാര്യം തന്നെ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ആദ്യം ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്യാതെ ഇരിക്കുക. അതായത് യു നീഡ് സബ്സ്റ്റൻസ്. കണ്ടന്റ് ഇസ് ദ കിങ് എന്ന് പറയുന്നത് ഏതാണ്? കണ്ടന്റ് ആണ്. കണ്ടന്റ് ഇസ് ദ കിങ്. നിങ്ങളുടെ കണ്ടന്റ് ആണ് അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കണ്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എഴുതുന്ന ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൽ കോൺഷ്യസ് ആയിട്ട് സബ്സ്റ്റൻസുകൾ നിറയ്ക്കുക. അതായത് കൂടുതൽ പോയിന്റ്സ് എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടും, കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ കൂടുതൽ മാർക്ക് കിട്ടും. ഒരു പോയിന്റിനെ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യുകയാണ്, വലിച്ചു നീട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ മാർക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം.
ദെൻ വിഷ്വൽ എയ്ഡ്സ്, അതായത് ചെറിയൊരു പടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈ ചാർട്ടോ അത്തരത്തിലുള്ള വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ പരീക്ഷയിൽ അത് സാധ്യമല്ല. എന്നിരുന്നാലും ഈ കാണുന്ന ആർട്ട്, കൾച്ചർ, ഹെറിറ്റേജ് ആ ഒരു സ്ഥലം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻവയോൺമെന്റ് വരുന്ന സമയത്തോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരയ്ക്കാൻ അത്രയൊക്കെ പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് വരച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വിഷ്വൽ എയ്ഡ് കൊടുക്കുന്ന ഒരു ഡയഗ്രാമോ ഒരു ഫ്ലോ ചാർട്ടോ കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഐ റിപ്പീറ്റ് അതിനുള്ള സ്ഥലവുമില്ല, അതിനുള്ള സമയവും ഉണ്ടാവില്ല നിങ്ങൾക്ക്. പക്ഷെ അങ്ങനെ ഒരു ബോക്സ് വരച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരച്ചാലോ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇത് അവിടെ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതൂ. പക്ഷെ അതിനുള്ള സമയവും ഇല്ല, സ്ഥലവും ഇല്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹൈലൈറ്റ്. അതായത് നിങ്ങൾ എഴുതുന്ന 5 മാർക്ക് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും നല്ല പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് ചെയ്യാം. കീ ടേംസ് ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. ആ ക്വസ്റ്റ്യന് വേണ്ടുന്ന ഒരു ഡേറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡാറ്റയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിലൊന്ന് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതൊരു കട്ടിക്ക് ഒരിത്തിരി എന്ത് ചെയ്യാം, ബോൾഡായിട്ട് എഴുതാമെന്നുള്ള രീതിയിൽ ഒഴിച്ചു നിർത്തിയാൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വേർഡ് ലിമിറ്റിനകത്ത് തന്നെ നിർത്തിക്കൊണ്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻസിൽ പ്രോപ്പർ സ്പേസിംഗിൽ നീറ്റായിട്ട് എഴുതുക. പ്രോപ്പർ സ്പേസിംഗിൽ, അതായത് 2 വേർഡ്സ് തമ്മിൽ കൃത്യമായ ഒരു സ്പേസ് ഉണ്ടാവണം, നമുക്ക് മനസ്സിലാവണം. സോ ആ ഒരു രീതിയിൽ വേർഡ് ലിമിറ്റിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രോപ്പർ സ്പേസിംഗിൽ തന്നെ നീറ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇനോപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജുകളോ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയനുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷ്വലി ക്ലട്ടേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളോ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, അതിലേക്ക് പോകാതെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ദെൻ ഇത്തരത്തിലുള്ള കാര്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ലടോ. ഒരു റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടാണ് നിങ്ങളുടെ ആക്യുറസി ഇൻക്രീസ് ചെയ്യുക. പക്ഷേ സ്പീഡും അത്തരത്തിലുള്ള കാര്യങ്ങളും റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. പക്ഷെ അതിലേക്ക് സബ്സ്റ്റൻസ് വേണം. സബ്സ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്താൽ മാത്രമേ ഈ സബ്സ്റ്റൻസ് എവിടെ നിന്ന് കിട്ടൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അജ്മൽ സർ അവിടെ ഉണ്ടെങ്കിൽ നമ്മളുടെ പേപ്പർ 2-ന്റെയോ ഏതിന്റെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? താങ്ക് യു. ചാടിപ്പോയി ഇച്ചിരി ഒന്ന് മുകളിലേക്ക്. ഫൈൻ. നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതിൽ അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻസ്? ഒരു ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇഫക്ട്സ് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി, ഒരു എമർജൻസി പ്രൊക്ലം ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റ് എന്താണ്? അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു പ്രിൻസിപ്പൽ എന്താണ്? അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്നുള്ളതും അത് എന്യൂമറേറ്റ് ചെയ്യാനുമാണ് പറഞ്ഞത്. സോ 3ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എന്ത് തന്നെയായിരിക്കണം? ജുഡീഷ്യൽ റിവ്യൂ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യേണ്ടതായിരിക്കണം. ആർട്ടിക്കിൾ 13, ആസ് പെർ ആർട്ടിക്കിൾ 13 എന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള വേർഡ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു തുടങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം വേരിയസ് വിച്ച് ആക്ഷൻ ജുഡീഷ്യൽ റിവ്യൂ ഇസ് അപ്ലൈഡ്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ അപ്ലൈ ചെയ്യുന്നത് ഏതൊക്കെ ആക്ഷൻസിന്റെ പുറത്താണ്? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ആണോ, അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ചെയ്യാം എന്നുള്ളതാണ് അവിടെയുള്ള കാര്യം. ദെൻ ഇഫക്ട് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. അപ്പോഴും ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇത് നാഷണൽ എമർജൻസി ആണോ, സ്റ്റേറ്റ് എമർജൻസി ആണോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി ആണോ എന്ന് ചിലർക്ക് തോന്നും. അപ്പൊ ഇത് 3 എഴുതണമെന്ന് തോന്നും. വേണ്ട. പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി, we usually use the term emergency for national emergency only. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എമർജൻസി എന്ന് പറയുന്നത് എന്തിനെ മാത്രമാണ്? നാഷണൽ എമർജൻസിയെ മാത്രമാണ്. സ്റ്റേറ്റ് എമർജൻസി എന്നുള്ളൊരു വാക്കല്ല, പ്രസിഡന്റ്സ് റൂൾ എന്നുള്ള വാക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ PSC ഇവിടെ എമർജൻസി പ്രൊക്ലെയിം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് എമർജൻസിയാണ്? നാഷണൽ എമർജൻസി. അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. അതിനുശേഷം നിങ്ങൾ എമർജൻസി ഏത് ആർട്ടിക്കിൾ ആണെന്ന് എഴുതണോ? വേണ്ട, അതിനുള്ള ടൈമില്ല. നാഷണൽ എമർജൻസി എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് പറയണോ? വേണ്ട. പ്രസിഡന്റ് ആണ് കൊണ്ടുവരുന്നതെന്ന് പറയണോ? വേണ്ട. 6 മാസം ഇതിനുണ്ട് എന്ന് പറയണോ? വേണ്ട. പകരം ഒരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ സ്റ്റേറ്റ് റിലേഷൻസിൽ എന്തൊക്കെ ഇഫക്റ്റ് ഉണ്ടാവും, ഫൈനാൻഷ്യൽ റിലേഷൻസിൽ എന്ത് ഇഫക്റ്റ് ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് റിലേഷൻസിൽ എന്ത് ഇഫക്റ്റ് ഉണ്ടാവും,
അതർ ഇഫക്ട്സ് എന്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ഫെഡറലിസം എങ്ങനെയാണ് യൂണിറ്ററി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നത്, ആ ഒരു ഐറ്റം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൊടുത്താൽ മതി എന്നുള്ളതാണ് അവിടെയുള്ള കഥ. ഓക്കെ, ഇനി നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് കൂടി പോകാം. 5 മാർക്കിന്റെ ഏതെങ്കിലും ഒരു 5 മാർക്ക്. Fine. The basic principles of India's foreign policy, green chemistry, presidential form of government in India is suitable or not, give a critical comment. Okay. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് മുകളിലേക്കുള്ള ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിൽ കുറെ പേര് എന്നോട് സംസാരിച്ച കുറച്ച് പേര് നേരത്തെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൊണ്ടുവന്നത്. UPSCയുടെ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കില്ല. UPSCയുടെ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കും. വളരെ ഡയറക്റ്റാ. ഗ്രീൻ കെമിസ്ട്രി എന്താണ് എന്നറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എഴുതാം. ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ബേസിക് പ്രിൻസിപ്പൽ എന്താണെന്ന് അറിഞ്ഞാൽ അതിന്റെ ആൻസർ എഴുതാം. പക്ഷെ 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ഇന്ത്യക്ക് സ്യൂട്ടഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ക്രിട്ടിക്കൽ കമന്റ്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ, അതാണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, ആ പറയുന്ന രീതിയിൽ അതിന് ക്രിട്ടിക്കലി കമന്റ് ചെയ്യും. 2 പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എഴുതി തുടങ്ങുന്ന സെന്റൻസ് എന്ത് തന്നെയായിരിക്കും? ദ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇന്ത്യ. പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ ഇന്ത്യ. ഓക്കെ, വി ആർ ഫോളോയിങ് എ പാർലമെന്ററി സിസ്റ്റം. വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്തുകൊണ്ട് ആഡ് ചെയ്യാം? ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആഡ് ചെയ്യാം. ദെൻ എന്തുകൊണ്ട് പ്രസിഡൻഷ്യൽ സിസ്റ്റം നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആണ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇന്ത്യയെ പോലെ ഡിവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിക്ക് ഈ പറയുന്ന ടോട്ടൽ പവേഴ്സ് ഒരു സിംഗിൾ പേഴ്സണിൽ എന്ത് ചെയ്യുന്നത്, ഒരാളിൽ മാത്രമായി നിലനിർത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യ ശരിക്കും ഒരു ഫെഡറേഷൻ അല്ല, ഒരു യൂണിയൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡിവേഴ്സിറ്റിയെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ MPമാരിൽ എല്ലാവരിലുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. ലൈക്ക് ദാറ്റ്. സോ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എഴുതാൻ പറ്റണം എന്നുള്ളതാണ് കാര്യം. ദെൻ ഇനി എവിടെ 25, it is paramount importance to ensure that Election Commission of India should fully insulated from the political pressure as to maintain the purity of election. In this context, discuss the need to have a relook on independence of the ECI. സോ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെ പൊളിറ്റിക്കൽ പ്രഷറിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യണം. അതായത് ഇലക്ഷൻ കമ്മീഷന് അതിന്റെ ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യണം, നമ്മൾ നിലനിർത്തണം. അല്ലെങ്കിൽ അതിന്റെ ഇൻഡിപെൻഡൻസ് നിലനിർത്തുവാനുള്ള കാര്യങ്ങൾ നമ്മൾ റീലുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ 324 സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എഴുതണ്ട. ഇലക്ഷൻ കമ്മീഷനകത്ത് ഒരു സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വേണ്ട. ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ് എന്നുള്ളത് എഴുതാം. അത് എഴുതുമ്പോൾ അത് എങ്ങനെ ഇൻഡിപെൻഡൻസ് നിലനിർത്തിക്കൊണ്ട് വേണം അദ്ദേഹത്തിന് കൊണ്ടുവരുന്നത് എന്ന് എഴുതാം. സോ സിംപ്ലി സ്പീക്കിംഗ്, നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി മറ്റൊന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഇലക്ഷൻ കമ്മീഷന്റെ ആ ഇൻഡിപെൻഡൻസ് എങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ പ്യൂരിറ്റി ഇൻ ഇലക്ഷൻ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള പ്യൂരിറ്റിയിൽ നമുക്ക് ഒരിക്കലും ആർക്കും എന്ത് ചെയ്യാത്ത ഈ പറയുന്ന ഹാക്കിംഗ് ഓഫ് ദ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ഒരിക്കലും എഴുതി തുടങ്ങുമ്പോൾ ഈ പറയുന്ന EVM ഹാക്ക് ചെയ്യുന്ന അലിഗേഷൻസ് ഉണ്ട് എന്നുള്ളതിൽ തുടങ്ങരുത്. എഴുതി അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. സോ അത്തരത്തില് ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡിപെൻഡൻസ് നിലനിർത്തിയാൽ, അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റിയാൽ, ഈ പറയുന്ന അലിഗേഷൻസ് ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് എഴുതി നിർത്താം എന്നുള്ളതാണ് ഇതിനകത്തുള്ള പോയിന്റ്. ഈ ഒരു ആംഗിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള പോയിന്റ്. ദെൻ വേറെ ഒരു 2 ക്വസ്റ്റ്യൻ ഏതെങ്കിലും കൂടെ ഒന്ന് കാണിക്കാവോ തൊട്ടടുത്ത? ഓക്കെ, മതി. ഡിസ്കസ് ലെജിസ്ലേറ്റീവ് എവിടെ പോയല്ലോ? ഇതായാലും കുഴപ്പമില്ല. ഇവിടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയുടെ നോക്കണോ. ഡയറക്റ്റ് സാധനം. ആ സാധനം എന്താണ് എന്നറിയാമെങ്കിൽ ശ്രീമൂലം പ്രജാസഭ. ഓക്കെ, എന്ത് ചെയ്യാം? അറിയാമെന്നുണ്ടെങ്കിൽ എഴുതാം, ഇല്ലെന്നില്ലെങ്കിൽ പോയി. മലബാർ ടെനൻസി ആക്ട് അറിയാമെന്നുണ്ടെങ്കിൽ എഴുതാം, ഇല്ല എന്നുണ്ടെങ്കിൽ പോയി. ബട്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ദ പീപ്പിൾസ് വാർ പോളിസി അഫക്റ്റഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ. സോ നിങ്ങൾ 26 ക്വസ്റ്റ്യൻ എടുത്തിട്ട് 26 ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം, 26 ഏകദേശം 11 ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആണ്.
അനാലിസിസ് രീതിയിലേക്ക് 5 അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻ മാത്രമേ വരുന്നുള്ളൂ. സിഗ്നിഫിക്കൻസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എഴുതാൻ വരുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്. അതായത് ഒരു തോട്ട് പ്രോസസ്, ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 40% അതിൽ താഴെയോ മാത്രമാണ്. ഓക്കെ, 40% അതിൽ താഴെയോ മാത്രമാണ് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ടോപ്പിക് ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിയിൽ പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം മനസ്സിലായില്ല, ഒരു സാധനവും മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ബുക്കോ അത്തരത്തിലുള്ള കാര്യത്തിൽ ആ പേജിലേക്ക് പോവുക. ശ്രീമൂലം പ്രജാസഭ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് എഴുതുക. അങ്ങനെ ഒരു ടോപ്പിക് വന്നു കഴിയുമ്പോൾ അതിന്റെ ഒറിജിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ്, ഓക്കെ, ദ പോയിന്റ് ഇസ് അതിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിനേക്കാളും ഇമ്പോർട്ടന്റ് അതിന്റെ വർക്കിങ്ങും അത് എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് എന്നുള്ളതുമാണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ലെജിസ്ലേച്ചറിന്റെ ഫങ്ഷൻസ് മാത്രം മതി, അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഓക്കെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് എന്താണെന്നോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അനലൈസ് ചെയ്യേണ്ട രീതിയിലേക്ക് വരുന്ന സമയം, ഓക്കെ, അത്തരത്തിലുള്ള ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എത്താമോ? ഓക്കെ, പോയിന്റ് ഔട്ട് മേജർ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ ഹൈബ്രിഡ് മോഡൽ. നമ്മളുടെ ആയുഷിന്റെ അത്തരത്തിലുള്ള ഒരു സ്കീമിനെ പറ്റി അല്ലെങ്കിൽ ആയുഷിനെ പറ്റിയിട്ട് ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ അതിനകത്ത് മോഡേൺ മെഡിസിനും ആയുഷും എന്തുമാത്രം സപ്ലിമെന്റ് ചെയ്യാം, ഓക്കെ, ഹൗ മച്ച് മോഡേൺ മെഡിസിന്റെ ആയുഷ് സപ്ലിമെന്റ് ചെയ്തത്, ആൻഡ് പോയിന്റ് ഔട്ട് മേജർ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സച്ച് എ ഹൈബ്രിഡ് മോഡൽ. അതായത് ആയുഷും മോഡേൺ മെഡിസിനും കൂടെ ചേർന്ന് ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടാണ് ഇവർ ഇതിൽ പറയുന്നത്. എന്നിട്ട് പറയുന്നു ഇത് എന്തുമാത്രം ഇവർ രണ്ടുപേരും തമ്മിൽ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്. അപ്പോ 3 മാർക്കിന്റെ 3 പോയിന്റിനുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? 1ാമത്തെ മാർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ ആയുഷും മോഡേൺ മെഡിസിനും എന്തുമാത്രം സപ്ലിമെന്റ് ചെയ്യും എന്നുള്ള കാര്യം എഴുതണം. 2ാമത്തെ 1 മാർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ പ്രോസിനെ പറ്റി എഴുതണം. 3ാമത്തെ 1 മാർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ കോൺസിനെ പറ്റി എഴുതണം. ഹൈബ്രിഡ് മോഡൽ വരുന്നത് എന്താണ്, എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. മോഡേൺ മെഡിസിനും ആയുഷും സപ്ലിമെന്റ് ചെയ്യോ? ഓഫ് കോഴ്സ് ദേ ക്യാൻ സപ്ലിമെന്റ്. അത് സപ്ലിമെന്റ് ചെയ്യുന്നത് എന്തുമാത്രമാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് 1 or 2 എന്ത് ചെയ്യുക, സെന്റൻസ് ഓർ 3 സെന്റൻസ്. പ്രോസ് എന്തൊക്കെയാണ്, കോൺസ് എന്തൊക്കെയാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്ത് എന്താ വെച്ചാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് വരച്ച് എഴുതാം. ഡീറ്റെയിൽ ആയിട്ട് ബുള്ളറ്റ് പോയിന്റിന്റെ ആവശ്യമില്ല. ഒരു ബോക്സ് വരച്ച് പ്രോസ് ഒന്നും കോൺസ് ഒന്നും എഴുതി ആക്ച്വലി എന്ത് ചെയ്താൽ മതി, ഡീറ്റെയിൽ സെന്റൻസിന്റെ ആവശ്യമില്ല. 2-3 വേർഡ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ എഴുതാൻ പറ്റും. സോ അങ്ങനെ പ്രോസ് കോൺസ് ചോദിക്കുന്ന സമയത്ത്, പോസിറ്റീവ് നെഗറ്റീവ്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു ബോക്സ് അങ്ങോട്ട് വരച്ച് പ്രോസ് കോൺസ് വെച്ചിട്ട് അപ്പുറം എന്ത് ചെയ്താൽ മതി, അടിപൊളിയായിട്ട് ചുരുക്കി എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ് കാര്യം. Then മിഷൻ ശക്തി ഓക്കെ, ഡിസ്കസ് അബൌട്ട് മിഷൻ ശക്തി. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു ക്വസ്റ്റൻ ആയിരുന്നു, 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. സോ മിഷൻ ശക്തി ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ, എന്താണ് മിഷൻ ശക്തി എന്നുള്ള രീതിയിൽ? ഇറ്റ് ഈസ് ആക്ച്വലി ASAT പ്രോഗ്രാം, നമ്മളുടെ ആന്റി സാറ്റലൈറ്റ് പ്രോഗ്രാം ആയിരുന്നു ഈ പറയുന്ന മിഷൻ ശക്തി എന്ന് പറയുന്ന സാധനം. അപ്പോ അതൊരു ആന്റി സാറ്റലൈറ്റ് പ്രോഗ്രാം ആണ്. ഇന്ത്യ എത്രാമത്തെ ആളാണ്? ഈ മിഷൻ ശക്തി കൊണ്ട് നമ്മളുടെ ഗുണം എന്താണ്? ഈ പറയുന്ന വാർ ഇൻ സ്പേസ്, ഓക്കെ, നമ്മളുടെ സ്പേസിലുള്ള അത്തരത്തിലുള്ള വാർ, ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം എന്താണ് എന്നുള്ള രീതിയിലും കൂടി. ആൻഡ് ജസ്റ്റിഫൈ ഇന്ത്യസ് പ്രിപ്പയർനെസ് ടു സെൻഡ് ഹ്യൂമൻസ് ഇൻ സ്പേസ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ എന്ത് വരാൻ പോവുകയാണ്ടോ, ഈ പറയുന്ന എന്ത് വരുന്നു, നമ്മളുടെ ഒരു പോസിബിൾ ക്വസ്റ്റൻ ആണ്. കാര്യം നമ്മൾ ഗഗൻയാനിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മൾ ഗഗൻയാനിലേക്ക് പോകുന്നു. നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ 3 ഇന്ത്യക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗഗൻയാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രിപ്പയർനെസ് എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാമെന്നുള്ളതാണ് കാര്യം. സോ കറണ്ട് അഫയറിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനമാണ് നമുക്കിതിൽ വേണ്ടത്. ഇത് പരീക്ഷ എഴുതുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് പരീക്ഷയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാമെന്ന് കൂടി നോക്കാം. സർ, നമ്മളുടെ ആദ്യത്തെ ആ ഒരു നമ്മളുടെ ടോപ്പിക് ലിസ്റ്റ് ഇല്ലേ, അതൊന്ന് ഇടാമോ? 3 ടോപ്പിക് ലിസ്റ്റ് വരുന്ന ഒന്ന് താഴേക്ക്. സബ്ജക്ട് ഓക്കെ, 2 ഇട്ടാലും മതി, ജിഎസ് പേപ്പർ 2 ഇട്ടാലും ഏതിട്ടാലും മതി. 2 ആണെങ്കിൽ ഐ വിൽ ബി മച്ച് ഓക്കെ. ഈ പേപ്പർ 2 നോക്കുക. അതിനകത്ത് ചുമ്മാ കണ്ണും പൂട്ടി ഒന്ന് നോക്കുക. 1 തൊട്ട് 10 വരെ ചുമ്മാ സാധനങ്ങൾ കിടക്കണം. വെറുതെ ഒന്ന് നോക്കുക. വെറുതെ ഒന്ന് നോക്കിയിട്ട് ഇപ്പോഴത്തെ കറണ്ട് അഫേഴ്സിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വരുമെന്ന് ഒന്ന് കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കണം.
ഇവിടെ പഞ്ചായത്ത് രാജ് വന്നത് 1993-ലാണ്. 92-ല് ആക്ട് വരുന്നു, 93-ലേക്ക് അതെല്ലായിടവും കൊണ്ടുവരുന്നു. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 2024 എന്ന് പറയുന്ന 30 years ഓഫ് പഞ്ചായത്ത് രാജ് ആണ്. പഞ്ചായത്ത് രാജ് വന്നിട്ട് 30 വർഷമായി. സോ പഞ്ചായത്ത് രാജിനെ പറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. LPG വന്നിട്ട് 25 വർഷമാണ്. LPG ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, ദെൻ ഇപ്പൊ ഇന്ത്യയുടെ ഫോറിൻ പോളിസി അത്യാവശ്യം പണിയായിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരറ്റത്തുനിന്ന് നമ്മുടെ ട്രംപും ബാക്കിയുള്ളവരും വാരിക്കോരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യയുടെ ഫോറിൻ പോളിസി അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. SC/ST റൈറ്റ്സ് ഏറ്റവും ചാൻസ് ഉള്ള സാധനമല്ലേ? വേടനടക്കമുള്ള ആൾക്കാർ അവിടെ കിടക്കുമ്പോൾ ഓക്കെ വരാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യമല്ലേ SC/ST റൈറ്റ്സ്. ആ ഒരു റൈറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമെന്ന് നിങ്ങളുടെ ബോധ മനസ്സിൽ തെളിയുന്നില്ലേ? അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഗവർണർ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് എന്ന് പറയുന്നിടത്ത് ഗവർണർ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ട് വരാമെന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? ഓക്കെ, സോ അത്തരത്തില് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഗട്ട് ഫീലിംഗിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരാളല്ല ക്വസ്റ്റ്യൻ ആയിട്ട് വരിക, അവിടെയുള്ള SC/ST റൈറ്റ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഗവർണർ എന്ന് പറയുന്ന ഓക്കെ അദ്ദേഹം അല്ല ക്വസ്റ്റ്യൻ ആയിട്ട് വരിക, ഗവർണേഴ്സ് റോൾ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഗവർണറുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റോൾ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അല്ലെങ്കിൽ അത്തരത്തില് ഗവർണർ ഒരു ഡബിൾ ഏജന്റ് ആണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. ഡയറക്ട്ലി ആയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരിക. അതായത് ഈ ടോപ്പിക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു ടോപ്പിക്കുകളെ നിങ്ങൾക്ക് മൈക്രോ ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ എക്സാമിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്, മൈക്രോ ടോപ്പിക്കുകളായിട്ട് ചുരുക്കി ഡിവൈഡ് ചെയ്തിട്ടാണ്. ആ മൈക്രോ ടോപ്പിക്കുകൾക്കകത്ത് 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റണം. ദ പോയിന്റ് ഈസ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നോട്ടുകൾ എഴുതി പഠിക്കൂ. നിങ്ങൾ നോട്ടുകൾ എഴുതി പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് 1.5 പേജ് നോട്ടുകൾ എഴുതാതെ ഇരിക്കൂ. ഓക്കെ, ഇനി നോട്ടുകൾ എഴുതുമ്പോൾ 1.5 പേജ് നോട്ടുകൾ 2 പേജ് നോട്ടുകൾ എഴുതാതെ ഇരിക്കൂ. ഓരോ കാര്യവും പഠിക്കുമ്പോൾ അതിന്റെ ഓരോ കാര്യവും 3 മാർക്ക് ക്വസ്റ്റ്യനായി 5 മാർക്ക് ക്വസ്റ്റ്യനായി എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് എഴുതി പഠിക്കൂ എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ള കാര്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രിയാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നു എന്ന് വിചാരിക്കാം. അതിൽ ആദ്യമുണ്ട് സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി, റിപ്പബ്ലിക്. അത് 5 എണ്ണം എന്താണെന്ന് പഠിക്കണോ. ഡെമോക്രസിയെ പറ്റി 5 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പഠിക്കും. സെക്യുലറിസത്തെ പറ്റി 3 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പഠിക്കും. ഇന്ത്യയിലെ സോഷ്യലിസം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു 5 മാർക്കിൽ ക്വസ്റ്റ്യൻ എഴുതാൻ പഠിക്കും. ദാറ്റ്സ് ഇറ്റ്. ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലുള്ള ഓക്കെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട. അത് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് ഇയറുകൾ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അത്തരത്തിലുള്ള ഹാപ്പനിങ് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ല. അതുകൊണ്ട് ഒരുപാട് കാണാതെ പഠിക്കേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് പോയാൽ മതി. കേരള ഹിസ്റ്ററി ഒന്ന് എടുക്കാവോ സർ? കേരള ഹിസ്റ്ററി ജസ്റ്റ് ഓക്കെ, അത് പോയി. കേരള ഹിസ്റ്ററി, socio political movements, formation of the Kerala state, political party, movement, government, okay, landmark legislation and policy. അവിടെ ഇപ്പൊ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിട്ട് അതിന്റെ 100ാമത്തെ വാർഷികത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് വന്നോ, അല്ലെങ്കിൽ 50ാമത്തെ വാർഷികത്തിലേക്ക് വന്നോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിൽ ഇപ്പൊ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടല്ലോ, അയ്യങ്കാളി, ഓക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കറുപ്പൻ, അങ്ങനെ ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന 1, 2, 3, 4 പേരെ ഐഡന്റിഫൈ ചെയ്യുക. അവരെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, കൂടുതലായി പഠിക്കുക. പഠിക്കുമ്പോൾ അവരെവിടെ ജനിച്ചു എന്ന് പഠിക്കണ്ട, അവരുടെ വീട്ടിൽ വിളിച്ചിരുന്ന പേരെന്താണെന്ന് പഠിക്കണ്ട, അവരുടെ ഗുരു ആരാണെന്ന് പഠിക്കണ്ട, അവർ ചെയ്ത കാര്യങ്ങൾ മാത്രം പഠിക്കുക. ദ പോയിന്റ് ഇസ് വാട്ട് ദേ ഹാവ് ഡൺ ടു കേരള. ആ ഒരു കാര്യം, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് പഠിക്കുകയാണെങ്കിൽ ആ സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് കേരളത്തിൽ എന്താണ് ചെയ്തത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പഠനം ചുരുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ പോയിന്റ്. ഡീറ്റെയിൽസ് വേണ്ട, എന്നാൽ നമുക്കൊരു കാര്യം കേട്ടാൽ അതിനകത്തുള്ള കീ പോയിന്റ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്ത് അത്തരത്തിൽ എഴുതാൻ പറ്റണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ള കാര്യം. ഇത്രയുമാണ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് അതിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കും. ഹലോ. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ 2 സബ്ജക്റ്റിൽ നിന്നുള്ള കുറച്ച് ഏതാനും ചോദ്യങ്ങൾ മാത്രം എടുക്കുന്നു. അതിന്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം സംശയങ്ങൾ ഉണ്ടാവും. എക്സാം ഹാളിലേക്ക് പോകുന്നതും അവിടെ ക്വസ്റ്റ്യന്റെ മറ്റു കാര്യങ്ങളും, അതേപോലെ ഏത് ലാംഗ്വേജിൽ എക്സാം എഴുതണം, സ്ഥിരമായി നമുക്ക് വരുന്ന കുറെ കമന്റ്സ് ആണ്. മലയാളത്തിൽ എഴുതിയാൽ ബുദ്ധിമുട്ടുണ്ടാകുമോ,
അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുവരണം. ഇപ്പോൾ സിലബസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്കിനകത്തേക്ക് ഒതുക്കിയാൽ മതിയോ സിലബസിന്റെ പഠനം, അല്ലെങ്കിൽ എത്ര വാസ്റ്റായിട്ട് വായിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പ്രിപ്പറേഷനിൽ നോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇത് കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അത് ഞാൻ എല്ലാത്തിന്റെയും മറുപടി ഓരോന്നായിട്ട് പിക്ക് ചെയ്ത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും സംശയങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു സെഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ യു ക്യാൻ സ്റ്റാർട്ട്. ഹലോ സർ. യെസ്, ഗുഡ് പറഞ്ഞു. ഈവനിങ് സർ. എൻ്റെ പേര് അംബ്ലി. ഗുഡ് ഈവനിങ്. സർ, ഞാൻ ചോദിക്കുന്ന ഡൗട്ട് വെച്ചാലേ നമ്മൾ മീഡിയം ഓഫ് റൈറ്റിംഗ് നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്താൽ ഇംഗ്ലീഷിൽ മാത്രമേ ഈ 3 പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ? അതിപ്പോൾ ഒരു സബ്ജക്റ്റ് മലയാളത്തിൽ എഴുതാം, ഒരു ടോപ്പിക്ക് മലയാളത്തിൽ എഴുതാം, മറ്റൊരു ടോപ്പിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്താൽ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയാണ്? അതൊന്ന് വ്യക്തമാക്കാമോ? അതായത് നമ്മളുടെ പേപ്പറിൽ നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചിരുന്നാൽ മതി. ഒരു പേപ്പർ എടുക്കുമ്പോൾ അതിൽ ഒരു ലാംഗ്വേജ് മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് പേപ്പർ 1 നിങ്ങൾ എടുക്കുകയാണ്, അതിനകത്ത് ഹിസ്റ്ററിയാണ് വരുന്നത്, എനിക്ക് കുഴപ്പമില്ല. പേപ്പർ 1 ഞാൻ ഹിസ്റ്ററിയിൽ അങ്ങ് മീൻസ് മലയാളത്തിൽ അങ്ങ് എഴുതിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല. എന്നാൽ പേപ്പർ 2 വരികയാണ്, അവിടെ വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ടേംസ് വരുന്നുണ്ട്. അപ്പം അത് എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനത് ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയാൽ ആ പേപ്പർ മുഴുവൻ നിങ്ങൾ ആ ഒരു ലാംഗ്വേജിൽ എഴുതുക. പേപ്പർ 3 വരുമ്പോൾ അഗെയിൻ യു ക്യാൻ സ്വിച്ച് ബാക്ക് ടു മലയാളം. ഇത്രയേ ഉള്ളൂ. ഒരു പേപ്പർ എന്ന് പറയുന്നത് ഒരു എക്സാം ആണ്. ആ എക്സാമിൽ ആ ഒരു ഷീറ്റിൽ ഒരു ലാംഗ്വേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ഫേസ് ആയിട്ട് വരുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പറാണ്. അത് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് മലയാളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ എഴുതുക. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ സാർ. പിന്നെ അതോടൊപ്പം ഞാനങ്ങ് ചേർത്ത് പറയുകയാണ്, മലയാളത്തിൽ എഴുതിയത് കൊണ്ട് മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയ പലരെയും എടുത്തില്ല, കഴിഞ്ഞ തവണ ഒരാളെ എടുത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു കംപ്ലയിൻസ് പലരും പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ സ്ട്രീം 3 പ്രത്യേകിച്ച് ഞങ്ങൾ പഠിച്ചു വന്ന ഭാഷയും എഴുതി ശീലിച്ചതും ഒക്കെ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നതും ഒക്കെ മലയാളമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്പീഡ് കിട്ടുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ളൊരു സംശയം ചോദിക്കാറുണ്ട്. അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ മലയാളത്തിൽ എഴുതിയത് കൊണ്ട് ഇവർക്ക് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവരാണ്, അതുകൊണ്ട് ഇവർക്ക് മാർക്ക് കൊടുക്കണ്ട എന്നൊരു തോന്നൽ ഒരാൾക്കുമില്ല. മലയാളത്തിനും ഇംഗ്ലീഷിനും ഒരേ പ്രിഫറൻസ് തന്നെയാണ് വരുന്നത്. ഇൻഫാക്ട് മലയാളത്തിന് കുറച്ച് കൂടുതൽ പ്രിഫറൻസ് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അതുകൊണ്ട് മലയാളം ലാംഗ്വേജോ ഇംഗ്ലീഷ് ലാംഗ്വേജോ എഴുതുന്ന ആളിന്റെ കംഫർട്ട് ഏതാണോ അതനുസരിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ വളരെ യാദൃശികം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഒരാൾക്ക് മാത്രം കിട്ടി എന്നുള്ളതാണ്. കാരണം വളരെ കുറച്ച് ആളുകളാണ് മലയാളത്തിൽ എഴുതിയത്. അതിൽ നന്നായിട്ട് എഴുതിയ ഒരാളിന് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. ഇൻഫാക്ട് അത് പ്രിയാമ്പിളിന്റെ ഒരു റിസൾട്ട് കൂടിയിട്ടായിരുന്നു. അത് സ്ട്രീം 3 നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് ആയിരുന്നു. അപ്പൊ അത് ലാംഗ്വേജിന് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാളം അറിയാൻ വയ്യാത്ത ആരുടെയെങ്കിലും കയ്യിൽ പേപ്പർ കിട്ടിയാൽ നിങ്ങളുടെ ദൗർഭാഗ്യം എന്ന രീതിയിൽ ഒരുപക്ഷെ അവരുടെ ഒരു കറക്ഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചേക്കാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ ആർക്കും ഒരു ലാംഗ്വേജിനോട് പ്രിഫറൻസ് ഇല്ല. മലയാളം എന്ന് പറയുന്നതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതുക, അത് നന്നായിട്ട് എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ലാംഗ്വേജ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ. ഭരണഭാഷ മലയാളമായിട്ട് ഉപയോഗിക്കുമ്പോഴേ ഇതില് അതിന്റെ ഈ തനി മലയാളം ഉപയോഗിക്കുമല്ലോ തർജ്ജമ ചെയ്ത്, ആ രീതിയിൽ തർജ്ജമ പോലെ എഴുതേണ്ടി വരും ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ. ഹലോ, ആ ഒരു രീതിയിൽ നമ്മൾ ടെക്നിക്കൽ വേർഡ്സ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലെറ്റർ അല്ല നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഒരു ആൻസർ എഴുതുകയാണ്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തർജ്ജമകൾ കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരാൾക്ക് ഒരു പരീക്ഷയ്ക്ക് നമ്മളൊരു ഡിഗ്രി എക്സാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിൽ എങ്ങനെയാണോ എഴുതുന്നത് അത്തരത്തിലുള്ള ഒരു ലാംഗ്വേജിൽ എഴുതിയാൽ മതിയാകും. അങ്ങനെ ഒരു തർജ്ജമകൾ വലുതായിട്ടുള്ള ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ. പിന്നെ 1-2 സംശയങ്ങൾ ചോദിച്ചത് ഇംഗ്ലീഷ് വേർഡ്സ് മലയാളത്തിന്റെ ഇടയ്ക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെയല്ല. നിങ്ങൾ ലാംഗ്വേജിൽ ലിപി എന്ന് പറയുന്നത് മലയാളമായിട്ട് വരുമ്പം അത് അങ്ങനെ തന്നെ എഴുതുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വേർഡ്സിന് മലയാളത്തിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് GDP എന്നുള്ളതിനെ ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ഉപയോഗിക്കാതെ മലയാളത്തിൽ തന്നെ GDP എന്ന് തന്നെ എഴുതി ശീലിക്കുക. അപ്പം മലയാളം എന്ന് പറയുന്ന ഭാഷയായിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത്. അത് ഇംഗ്ലീഷ് വാക്കുകളായിരിക്കാം. നമുക്കത് ഇപ്പം സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് പോലെയുള്ള ഏരിയാസ്, ജിയോഗ്രഫി പോലെയുള്ള ഏരിയാസ് ഒക്കെ വരുമ്പം അത് ഇംഗ്ലീഷ് വാക്കുകളായിരിക്കും. അതിന് പ്രോപ്പർ മലയാളം വേർഡ്സ് തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മലയാളത്തിൽ അത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അത് എഴുതി ശീലിക്കുകയും വേണം. കാരണം ഇംഗ്ലീഷ് വാക്കുകളാണ്, മലയാളത്തിൽ എഴുതുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടില്ല. അപ്പം നമ്മുടെ പേപ്പറിനകത്ത് മലയാളം എന്ന് പറയുന്ന രീതിയിൽ തന്നെ എഴുതണം, ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു സംശയം ചോദിച്ചിട്ടുള്ളത്
തിര എന്ന് പറയുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടാണ്. തിര മാത്രമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം നമ്മളുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓൾറെഡി പ്രിലിംസിന്റെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് സ്റ്റിൽ റണ്ണിങ് ആണ്. മെയിൻസ് വരെയും ആ ക്ലാസ്സുകൾ ഉണ്ടാകും. അത് പാരലലി ഒരു വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ ജോയിൻ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടവർക്ക്, ഇപ്പോൾ ഇതിലുള്ളവരിൽ കൂടുതലും ആളുകളും ക്ലാസിന്റെ ഭാഗമായിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻസ് പെർസ്പെക്റ്റീവിലും കണ്ടന്റ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. തിര ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് ആൻസർ റൈറ്റിംഗ്, അതിന്റെ ഡിസ്കഷൻസ്, ടോപ്പിക് ഡിസ്കഷൻസ്, സംശയങ്ങൾ, അത് മെന്ററുമായിട്ട് സംസാരിക്കുന്നതിനുള്ള ഓപ്ഷൻ, അത്തരം കാര്യങ്ങളാണ് അതിലുണ്ടാവുന്നത്. ഓക്കെ, ക്ലാരിഫൈ ആയെന്ന് തോന്നുന്നു. സാർ അടുത്ത ആളുകൾ സാർ സാർ ഞാൻ പരീക്ഷ എഴുതുന്ന ആളാണ്. നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് ലീവ് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പം നമുക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ടെസ്റ്റ് സീരീസ് മാത്രം എഴുതാനുള്ള ഓപ്ഷൻ, അത് ഇവാലുവേറ്റ് ചെയ്ത് തരാനുള്ള ഓപ്ഷൻ ഈ തിര എന്ന സ്റ്റേജിലുണ്ട്. ഹലോ സർ, നമുക്ക് എന്താ വെച്ചാല് നമുക്ക് ഈ തിര എന്നുള്ള സ്റ്റേജിന് പുറത്ത് നമ്മളുടെ ആപ്പില് നമ്മളുടെ ഈ ക്ലാസ്സുകളെല്ലാം, അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ റെക്കോർഡിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. അതായത് നമ്മളുടെ ഫുൾ ടോപ്പിക്കിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലുള്ള മെയിൻസ് രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. റെക്കോർഡിംഗ് ആയിരിക്കും, അത് ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇൻ ബിറ്റ്വീൻ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിൽ ഇത്തിരി സമയം ഫ്രീ കിട്ടുമ്പോഴോ വായിക്കുവാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന തിരയിൽ നമുക്ക് ഒരു ഡെയിലി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തരുന്ന ക്വസ്റ്റ്യൻ ഡെയിലി എഴുതി തരാം. അത് ഈ പറയുന്ന സ്ട്രീം 3-ലുള്ളവർക്ക് അത് ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ സ്ട്രീം 3-ലുള്ളവർ അതിന്റെ പകുതി ക്വസ്റ്റ്യൻ, ഓക്കെ, അതിന്റെ ലൈക്ക് ഒരു 10 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ലൈക്ക് 8 ക്വസ്റ്റ്യനെങ്കിലും ഒന്നിച്ച് എഴുതി നമുക്ക് തരാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് നോക്കിയിട്ട് തിരിച്ച് നമുക്ക് പറയുവാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ ടൈം ടേബിളിലുള്ള ദിവസത്തിലായിരിക്കും നമ്മൾ വന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക, അതിന്റെ ഡിസ്കഷൻസ് നടത്തുക. പക്ഷെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ ഇതിനൊരു ആൻസറും അതുപോലെ തന്നെ ലൈക്ക് അത് നോക്കി തരുവാനും നമുക്ക് തിരയിൽ കൂടി വർക്കിംഗ് പ്രൊഫഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ഓക്കെ സാർ, താങ്ക് യു. സാർ കോംപ്രഹെൻസീവ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോഴേ സാർ കേൾക്കാമോ? പറഞ്ഞോളൂ. സാർ ഈ ടെസ്റ്റ് സീരീസ് അല്ല, മുഴുവനായിട്ട് ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി പ്രിലിംസിന് എടുത്ത ക്ലാസ്സസ് ആയിരിക്കില്ലേ ആപ്പിൽ ഉണ്ടാകുന്നത്? റെക്കോർഡിംഗ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞത് അല്ല, നമുക്ക് പ്രിലിംസ് കം മെയിൻസ് ബാച്ചസ് ആണ്. അതായത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് ഇല്ല. നമുക്ക് രണ്ടിന്റെയും സിലബസ് സെയിം ആണ്. ആകെ എക്സ്ട്രാ വരുന്നത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ്. അപ്പൊ ആ ക്ലാസ്സുകൾ നമുക്കിനി പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ PCM ബാച്ചിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ക്ലാസ്സുകളാണ്. ഡീറ്റെയിൽഡ് എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് നമ്മൾ NCERT SCERT ഡെപ്തിൽ കവർ ചെയ്യുന്നു. അതോടൊപ്പം എക്സ്ട്രാ UPSC റെഫർ ചെയ്യുന്ന ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അത് ഒരിക്കലും നമ്മൾ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ല അത് ചെയ്യുക. കാരണം നമുക്ക് മുൻപ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന 2 സെറ്റ് ഓഫ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതാണ്. ആ ക്ലാസ്സുകൾ നിലവിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പ്രിലിംസ് കൊണ്ട് അവസാനിക്കുന്നില്ല. പുതിയ ടോപ്പിക്കുകളും, അതായത് നമ്മളുടെ സിലബസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കറണ്ട് അഫേഴ്സ് കാര്യങ്ങൾ, മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ, മെയിൻസിന്റെ ആൻസർ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മെയിൻസിന്റെ PYQs, ഇതെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതൊരു പ്രിലിംസിന്റെ ക്ലാസ് അല്ല, അത് മെയിൻസ് ഓറിയന്റഡ് ക്ലാസ് തന്നെയാണ്. അതിലാണ് ജോയിൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് പ്രിലിംസിന്റെ സമയത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ പ്രിലിംസ് അത്യാവശ്യം നന്നായിട്ട് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റി, പക്ഷെ ഈ ഒരു കംഫർട്ട് നമുക്ക് മെയിൻസിന് കിട്ടില്ല. അവിടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കഴിവ് കാണിക്കാതെ നമുക്ക് അതിൽ മാർക്ക് ലഭിക്കുകയില്ല. നമ്മളുടെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് പോയിന്റ്സ് അറ്റൻഡ് ചെയ്താൽ അല്ലാതെ അവിടെ നമുക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇൻ കേസ് ടോപ്പിക് ക്ലാരിറ്റി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ക്ലാസ്സുകൾ കൂടി അറ്റൻഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതിനുശേഷം ആൻസർ റൈറ്റിംഗിൽ നമുക്ക് നല്ല രീതിയിൽ, അത് ആൻസർ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ടന്റ്സ് അറിയുക എന്നുള്ളതല്ല ആൻസർ റൈറ്റിംഗ്. കണ്ടന്റ്സ് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആൻസർ റൈറ്റിംഗ്. ഓക്കെ, അതുപോലെ ഈ ക്ലാസ്സുകളുടെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് ക്ലാസ്സിന്റെ നിലവാരത്തെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. പ്രിയാമ്പിൾ ആപ്ലിക്കേഷനിലേക്ക് കയറുക. അവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ ഓരോ സബ്ജക്റ്റിന്റെയും ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഡെമോ ക്ലാസ് ആണ്. അത് സിലബസ് ഇൻട്രൊഡക്ഷൻ ഒന്നുമല്ല, ടോപ്പിക്കുകളായിരിക്കും അതിലുണ്ടാവുന്ന ആ ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുകയും ഓരോ അധ്യാപകർ ഓരോ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അത് എങ്ങനെയാണ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതുമൊക്കെ ഓരോ സബ്ജക്റ്റിന്റെയും നമ്മൾ സിലബസിൽ
ഹിസ്റ്ററി, പൊളിറ്റി, ഹിസ്റ്ററി തന്നെ 3 ഹിസ്റ്ററി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകളുടെ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാവും. അത് കണ്ടു നോക്കിയതിന് ശേഷം ക്ലാസ്സുകൾ സാറ്റിസ്ഫൈഡ് ആവുന്നവർക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ആൻസർ റൈറ്റിംഗിലേക്ക് വരുമ്പം തിര എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് സ്ട്രക്ചർ ചെയ്യാം അത് എങ്ങനെയാണെന്നുള്ളത്. അതായത് നമുക്കിപ്പം ഒരു 1 വീക്കിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് അതിനെ. 1 വീക്കിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ മുതൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. മൺഡേയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടോപ്പിക് ഉണ്ടാവും, ട്യൂസ്ഡേയിൽ ഒരു ടോപ്പിക് ഉണ്ടാവും, തേഴ്സ്ഡേ, ഫ്രൈഡേ അങ്ങനെ ഒരു ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതാത് ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല എല്ലാം കൂടി ഒരുമിച്ച് മതിയെന്ന് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അത് നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ഇൻഡിവിജ്വലി ഷെയർ ചെയ്ത് തന്നാൽ ആ PDF ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് നിങ്ങളുടെ ആ ഒരു ഐഡിയിലേക്ക് ആ PDF ഷെയർ ചെയ്ത് തരുന്നു. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിങ്ങൾ എഴുതിയത് ഇപ്പം നമ്മൾ എഴുതി ശീലിക്കുന്ന സമയത്ത് എൻറ്റയർലി റോങ് ആവാം ഉത്തരം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ചോദ്യം എഴുതുകയാണ്, അപ്പോൾ അതിൽ ഇപ്പൊ സാറ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടോപ്പിക്ക് ചോദിക്കുകയാണ്. ആ ടോപ്പിക്ക് ചോദിക്കുമ്പം ആ ടോപ്പിക്കിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പോയിന്റ്സ് എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. പക്ഷെ നമ്മൾ അറിയാൻ വയ്യാത്ത പ്രിപ്പറേഷന്റെ കുറവ് കൊണ്ട് നമ്മൾ എഴുതി വരുമ്പം ഒരുപക്ഷെ ആ ചോദ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത എന്നാൽ അതിൽ തന്നിട്ടുള്ള കീവേഡുമായി ബന്ധമുള്ള ഒരു ആൻസർ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് തരുന്നു. അതായത് ഇവിടെ ഇങ്ങനെയല്ല വരേണ്ടിയിരുന്നത്, ഈ പോയിന്റ് ഇവിടെ ആവശ്യമില്ലായിരുന്നു, പകരം ഈ പോയിന്റ് ആണ് ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത്. ദെൻ നിങ്ങളുടെ ആൻസേഴ്സിൽ ലൈക്ക് കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടി വരുന്നു, ലാംഗ്വേജിൽ ഏതെങ്കിലും തരത്തിൽ ഈ വേർഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ വേർഡ് നിങ്ങൾ യൂസ് ചെയ്യണമായിരുന്നു, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് തരുന്നു. ഇതാണ് ആൻസർ കറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ഒരാൾ കറക്റ്റ് ചെയ്ത് തന്നത് കൊണ്ട് നമ്മളുടെ സംശയങ്ങൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ വീക്കെൻഡിലും സൺഡേസിലെ മെന്ററുമായിട്ട് ഇൻഡിവിജ്വലി ഇപ്പം നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ മെന്ററുമായിട്ട് ഇൻഡിവിജ്വലി ഇപ്പം നമ്മളെല്ലാവരും ഇതിലുണ്ട്, അതിന് പകരം 1-on-1 ആയിരിക്കും, മെന്ററും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും, നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഒരു വീക്കിൽ നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സിലബസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളും, അതൊരു ക്ലാസ് ആയിട്ട് ഒരിക്കലും മാറില്ല. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അത് ക്ലിയർ ഔട്ട് ചെയ്യുന്നു. അതായിരിക്കും തിര എന്ന് പറയുന്ന ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 7,000 ആണ് അതിന്റെ ഫീസ് വരുന്നത്. ഫീസ് സ്ട്രക്ചർ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആപ്പിന്റെ നെയിം പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ തന്നെയാണ്. പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ എന്ന ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടൈപ്പ് ചെയ്യുക, ആദ്യം കാണുന്ന ഓപ്ഷനിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ദെൻ മറ്റ് സംശയങ്ങൾക്കും മറ്റും പ്രിയാമ്പിളിന്റെ ഒഫീഷ്യൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ചോദിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള അബ്രീവിയേഷൻസ് യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതിൽ അബ്രീവിയേഷൻസ് സ്റ്റാൻഡേർഡ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രം മനസ്സിലാവുന്ന അബ്രീവിയേഷൻസ് യൂസ് ചെയ്യരുത്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അബ്രീവിയേഷൻസ് ചോദ്യം കറക്റ്റ് ചെയ്യുന്ന ആളിന് കൂടി മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. LSG എന്നാണ് ഇവിടെ എക്സാമ്പിൾ തന്നത്. തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അത്തരം അബ്രീവിയേഷൻസ് യൂസ് ചെയ്യാം. പിന്നെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന പദം, അതിന്റെ പരിസ്ഥിതി എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ് എന്ന് തന്നെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. ചോദിച്ച ചോദ്യത്തിന്റെ എക്സാമ്പിൾ ശരിയായെന്ന് എനിക്ക് അറിയില്ല. എൻവയോൺമെന്റ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ് മലയാളത്തിൽ എഴുതുന്നതിന്, അതിലും എളുപ്പം പരിസ്ഥിതിയാണ്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. പക്ഷേ റിമെമ്പർ, പരിസ്ഥിതി എന്ന് നമുക്ക് എഴുതാൻ സാധിച്ചാൽ അവിടെ ഒരു പ്ലസ് പോയിന്റ് എന്തായാലും ഉണ്ടാവും. എഴുതാൻ സാധിക്കും, എൻവയോൺമെന്റ് എന്ന് എഴുതുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ പരിസ്ഥിതി എന്ന് നമുക്ക് എഴുതാൻ സാധിച്ചാൽ നമ്മളുടെ ലാംഗ്വേജിലുള്ള ഒരു അറിവ് കൂടിയാണ് അവിടെ നമുക്ക് വെളിവാക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് പോസിബിൾ ആണ്. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ വാക്കുകൾ, നമ്മളുടെ കറക്റ്റ് വാക്കുകൾ മലയാളത്തിൽ ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ ആൻസർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന സ്കില്ലാണ്. അത് അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തിരയുടെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിലിടും. തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻസിനും പ്രിയാമ്പിൾ PSC എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. സോ ആപ്ലിക്കേഷൻ പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ, അഗെയിൻ വീണ്ടും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ തന്നെയാണ്. സോ ഇനി ഇത്രയും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജസിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് മറ്റ് സംശയങ്ങളിലേക്ക് നമുക്ക് പോകാം. മറ്റാളുകൾക്ക് സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, കണ്ടിന്യൂ ചെയ്യാം. ചോദിച്ചോളൂ. ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ? വോയിസ് ബ്രേക്ക് ആയി. PSC ഇപ്പോഴാണെന്ന് വരെ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെന്നാണോ പറഞ്ഞത്?
ഹലോ അഗ്രിമ, കേൾക്കാവോ? കേൾക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും ഇപ്പം ടിവിയോ മറ്റത്തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തിരുന്നാലും മതി. ഇപ്പൊ ഓഡിബിൾ ആയിരുന്നു, സംസാരിച്ചോളൂ. സർ, അപ്പൊ ഞാൻ കറന്റ്ലി UPSC ആണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു പാസ്റ്റ് ഒരു 6 months ആയിട്ടേ PSC നോക്കുന്നുണ്ടായിരുന്നുള്ളൂ പാരലൽ ആയിട്ട്. അപ്പൊ ഇപ്പം നിലവില് കേസിന്റെ അങ്ങനെ കാര്യമായിട്ടൊരു പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടല്ല പ്രിലിംസ് എഴുതിയത്. UPSC ലെവൽ നോളജ് വെച്ച് പോയി എഴുതിയതാണ്. അപ്പം ക്ലിയർ ആവും എന്നൊരു വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല, കാരണം കേരള ടോപ്പിക്സിന് സ്ട്രെസ് ഉള്ളത്. പക്ഷെ എനിക്ക് അത്യാവശ്യം മാർക്കുണ്ട്. അപ്പോ പിന്നെ എനിക്ക് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമും ഉണ്ട്, പിന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ് വേറൊരു എക്സാമും ഉണ്ട്. മെയിൻസ് ഇതെല്ലാം ഏകദേശം ഒരു ടൈമിലാണ് വരുന്നത്. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഓക്കെ അഗ്രിമ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു UPSC ആസ്പിരന്റ് അല്ലേ, സോ അതുകൊണ്ട് തന്നെ അഗ്രിമയ്ക്ക് ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ പേപ്പർ 2 നല്ല എളുപ്പമായിരുന്നില്ലേ? പേപ്പർ 2 നമ്മളൊരു ആ ഒരു ലെവലിൽ എളുപ്പമായിരുന്നു, പേപ്പർ 1 ആയിരുന്നു എളുപ്പം? എനിക്ക് രണ്ടും എളുപ്പമായിരുന്നു. രണ്ടും എളുപ്പമായിരുന്നു. അപ്പോ ഫസ്റ്റ് പാർട്ടിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ UPSC എന്നുള്ള ലെവലിൽ ബെറ്റർ ആയിരുന്നു. പക്ഷെ അഗ്രിമ ഒരു കാര്യം എന്താ വെച്ചാൽ PSC യും UPSC യും തമ്മിൽ ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒരിക്കലും നമ്മൾ PSCയുടെ പ്രിപ്പറേഷനുമായിട്ട് നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരുപോലെ ചെയ്യാനോ പറ്റില്ല. PSC ഈസ് മോർ ഒബ്ജക്റ്റീവ്, കുറച്ചും കൂടെ ഒരു ഒബ്ജക്ടിവിറ്റി കൂടുതലുള്ള, കുറച്ചും കൂടെ പിൻ പോയിന്റ് പ്രിസിഷനിൽ നിൽക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞ PSC ഒരു വേറൊരു രാജ്യമാണോ. ഓക്കെ, നമ്മൾ രണ്ട് രാജ്യത്തെ പരീക്ഷ എഴുതുന്ന പോലെയാണ് PSC പരീക്ഷ UPSC പരീക്ഷ എഴുതുന്നത്. സോ അന്നേരം PSCയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ KASന്റെ എക്സാമിനേഷൻ അല്ല പറയുന്നത്, സെക്രട്ടറി അസിസ്റ്റന്റും ഡിവിഷണൽ അക്കൗണ്ടന്റ് പോലെയുള്ള എക്സാമിനേഷൻ ആണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോ അഗ്രിമ UPSC നമ്മളുടെ ഈ പ്രാവശ്യം ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഈ പ്രാവശ്യം പരീക്ഷ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഇത്തവണ ഞാൻ എഴുതിയില്ല, പക്ഷെ ഞാൻ 2023 മെയിൻസ് എഴുതിയായിരുന്നു. എഴുതിയായിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഈ പ്രാവശ്യം എന്താ വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ ഓക്കെ UPSC തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നിർത്തിവെക്കുക. എന്നിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് 28 ആണെന്ന് തോന്നുന്നു സെക്രട്ടറി അസിസ്റ്റന്റ്. ഓക്കെ, ഇപ്പോ പഠനം സെക്രട്ടറി അസിസ്റ്റന്റ് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. 28-ാം തീയതി സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ കഴിയട്ടെ. കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുക? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞു, പ്രിലിംസ് കഴിഞ്ഞു. പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, എന്ത് ചെയ്യുക, ഒരു കമ്പൈൻഡ് ആയിട്ട് കൊണ്ടുപോകാം. അതായത് KASന്റെ ഈ പറയുന്ന പ്രിലിംസ് കം മെയിൻസിന്റേതായിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കാണുക. ഇൻ കേസ് നമുക്ക് KAS ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മെയിൻസ് എഴുതാനായിട്ട് ഉപകാരപ്പെടും. ഇല്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ സെക്രട്ടറിസിന്റെ മെയിൻസിനും അതിനകത്തുള്ള പോയിന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനകത്തുള്ള നോട്ടുകൾ, ക്ലാസ്സിനേക്കാളും കൂടുതൽ നോട്ടുകൾ എന്ത് ചെയ്യും, നോട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തന്നെ വരും. ഡിവിഷണൽ അക്കൗണ്ടിന് ഒരു ഇത്തിരി വ്യത്യാസമായിട്ടുള്ള ഒരു സിലബസ് ആണ് വരിക. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ അഗ്രിമ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിമയുടെ നോർമൽ ടൈം ടേബിളിൽ തന്നെ ഇതിന് മൂന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈമുകൾ ഓക്കെ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ദിവസങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇതിന് മാറ്റി കൊടുക്കുക. അപ്പൊ തിങ്കൾ നമ്മൾ ഈ പറയുന്ന KAS കം ലൈക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ചൊവ്വാഴ്ച കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടിന് ആ ഒരു രീതിയിൽ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇപ്പോൾ അതിനായിട്ട് ഒരുപാട് നേരത്തെ എണീക്കണമെന്നോ താമസിച്ചുറങ്ങണമെന്നോ ഒന്നുമില്ല. സാധാരണ എണീക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ മാത്രം മുന്നേ ഉണരുക. സാധാരണ കിടക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ കൂടുതൽ എന്ത് ചെയ്യുക, കഴിഞ്ഞിട്ട് ഉറങ്ങുക. ആ ഒരു രീതിയിൽ സ്വന്തമായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക. കാരണം ഒരു ടൈം ടേബിൾ പറയാൻ പറ്റാത്തത് ഞാൻ പഠിക്കുന്ന ഒരു ടൈമിലാവില്ല അഗ്രിമ പഠിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അഗ്രിമയ്ക്ക് ചിലപ്പോൾ ഞാൻ 3 മണിക്കൂർ എടുത്ത് വായിക്കുന്ന ഒരു ടോപ്പിക്ക് അഗ്രിമയ്ക്ക് 1 മണിക്കൂർ കൊണ്ട് മനസ്സിലായി എന്ന് വരും. നമ്മൾ ഓരോരുത്തരും രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജി ഒരിക്കലും ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. സോ അഗ്രിമയുടേതായിട്ടുള്ള രീതിയിലുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ഇത്തരത്തില് രണ്ട് പേപ്പറും ഒരുപോലെ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി എ ഗുഡ് UPSC ആസ്പിരന്റ്. അതുകൊണ്ട് തന്നെയാണ് പേപ്പർ 1 സാധാരണ എല്ലാവർക്കും പാടായിട്ടുള്ള പേപ്പർ 1 ബെറ്റർ ആയിട്ട് തന്നെ വന്നത്. സോ അതുകൊണ്ട് ആ ഒരു കോൺഷ്യസ്നസ്സിൽ തന്നെ വെക്കുക. പക്ഷെ UPSC പോലെയുള്ള ഡീറ്റെയിൽസിലേക്കോ അത്തരത്തിലുള്ള ഡെപ്തിലേക്കോ പോകാതെ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ആൻസർ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അഗ്രിമ, നമുക്കിപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ KASന് ഉപരി സെക്രട്ടേറിയറ്റിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പേപ്പർ 2 പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ 2 പേപ്പറുകളാണ് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കി ടോപ്പിക്കുകളൊക്കെയും തന്നെ നമ്മൾ KAS എക്സാമിനേഷൻ പഠിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ KAS ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുക, ആൻസർ റൈറ്റിംഗിലൊക്കെ ഓറിയന്റഡ് ആയിട്ട് പോവുക. KAS എക്സാമിനേഷൻ ആദ്യം തന്നെ ഉണ്ടാകും.
അപ്പം അതിൽ നിന്നുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് എക്സാമിനേഷനിലേക്കും നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ 2 എക്സാമിനും പാരലലി കൊണ്ടുപോകാൻ പറ്റും. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ കാര്യം വരുമ്പോൾ സിലബസിൽ ഡിഫറൻസ് ഉണ്ട്. 3 പരീക്ഷയൊക്കെ ഒറ്റ ടൈം ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഫോർ മീ 2 പരീക്ഷയിൽ നമ്മൾ നിന്നാൽ നിങ്ങൾക്ക് 2 പരീക്ഷയും ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ആ മാർക്കിന്റെ ആ ഒരു പേപ്പർ 1 പേപ്പർ 2 എളുപ്പമായിരുന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അത്രത്തോളം കണ്ടന്റ് അറിയാം. അതുകൊണ്ട് ആ ഏരിയ തന്നെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ. സോ ഡൗട്ട്സ് ഉള്ളവരെ ഒന്ന് ഓക്കെ ചോദിച്ചോളൂ. രമ്യ രജീഷ്. ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. അതെ, ഞാൻ സ്ട്രീം 2 ആണ് പേപ്പർ എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്കിപ്പോ 77 ആണ് ഇപ്പൊ ഞാൻ നോക്കിയതിൽ മാർക്ക് കാണുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാ മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുമോ? ബാക്കി ചിലവിടുന്ന് നമുക്ക് 80 എബോവ് 80 85 ഒക്കെ വരുമെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ക്ലിയർ ചെയ്യാമോ? തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങാം. 77 നല്ലൊരു മാർക്ക് തന്നെയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ഇത്തവണ എഴുതിയ കാൻഡിഡേറ്റ്സ്, അതായത് കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സും അതിൽ നിന്നും എഴുതിയ കാൻഡിഡേറ്റ്സിന്റെ ആണ് 6000 കാൻഡിഡേറ്റ്സ് ആണ് ടോട്ടൽ നമുക്ക് സ്ട്രീം 2 എഴുതിയിട്ടുള്ളത്. നമുക്ക് PSC നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു നമ്പർ കൂടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു 11 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ പോലും അറൌണ്ട് 1000 കാൻഡിഡേറ്റ്സ് എങ്കിലും മെയിൻസ് എക്സാമിനേഷൻ എഴുതേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും 77 എന്ന് പറയുന്നത് വളരെ നല്ലൊരു മാർക്ക് തന്നെയാണ്. അതൊരു കൺഫ്യൂഷൻ കൊണ്ടുവരേണ്ട കാര്യമില്ല. മാത്രവുമല്ല പ്രിപ്പറേഷനിൽ നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പം എന്തായാലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കൊള്ളുക. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് ഈ മന്ത് തന്നെ, അല്ലെങ്കിൽ ഈ മന്ത് എൻ്റെ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണ് അതിന്റെ ഡേറ്റ് വന്നത്, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വീക്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ആങ്സൈറ്റി തീരും. അപ്പം നമ്മളുള്ള സമയം പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ശങ്കിച്ച് നിൽക്കുന്ന ഈ ഒരു ടൈം ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വളരെ മിസ്സായിരിക്കും. അതുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. ഒട്ടും കോൺഫിഡൻസ് കുറയ്ക്കാതെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. യു വെൽക്കം. ആൻഡ് 1-2 സംശയങ്ങൾ മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ കൂടി ഒരു ക്ലാരിഫിക്കേഷൻ തരാം. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് പ്രോഗ്രാംസ് ഏതൊക്കെ ആയിരുന്നു എന്നുള്ളതും അതിന്റെ PCM ബാച്ചിന്റെ കാര്യങ്ങളും മറ്റുമാണ്. PCM ബാച്ച് 4500 ആണ്. അതായത് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും, പൂർണ്ണമായിട്ടും പ്രിയാമ്പിൾ ആപ്ലിക്കേഷനിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനെയും ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ആ ഓരോ ചാപ്റ്ററിന്റെയും അണ്ടറിൽ ഓരോരോ വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ലെറ്റ് ബി ഇപ്പം ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ചാപ്റ്റർ ആയിരിക്കും. അതിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് പല വീഡിയോസ് ഉണ്ടാകും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നോട്ട് ഉണ്ടാകും, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നോട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകളുമായിട്ടായിരുന്നു വരുന്നത്. ഇനി 4500 എന്ന് പറയുന്ന ആ ഒരു പാക്കേജ്, അത് ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ലാത്തവർ, കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഇല്ലാത്തവർ, ഇപ്പം ജോഗ്രഫി പോലെയുള്ള സബ്ജക്റ്റിലേക്കൊക്കെ വരുമ്പോഴേക്കും നല്ല രീതിയിലുള്ള കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതില്ലാത്തവർക്ക് ക്ലാസ്സുകൾ ഇനിയും യൂസ്ഫുൾ ആണ്. പ്രിപ്പറേഷൻ നന്നായിട്ട് വേണം. മെയിൻസിന് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. തീരാ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഞാൻ അതിന്റെ സ്ട്രക്ചർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 7000 ആണ് ആ പ്രോഗ്രാമിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ ഇതോടൊപ്പം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 ബുക്കുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് KASന് വേണ്ടിയിട്ട്. അതിൽ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് ഇവിടെ മെസ്സേജസിൽ കാണാൻ പറ്റും. 790 860 ആണ്. പേപ്പർ 3 എക്കോണമി അടങ്ങുന്ന പോർഷൻ നെക്സ്റ്റ് മന്തിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ബുക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിനെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള 3 ബുക്കുകളാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ബുക്കിനെ നമ്മൾ പഠിക്കുന്ന ഒരു അപ്രോച്ച് കൂടിയിട്ടുണ്ട്. എല്ലാം അടങ്ങുന്ന ഒരു ബുക്ക് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത് അതിലുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻസ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിന്റെ ഏതൊരു എൻഡ് വരെയുള്ള ചോദ്യവും ഏതൊരു എൻഡ് വരെയുള്ള ക്വസ്റ്റ്യനും അതിനകത്ത് ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വട്ടവും ചോദിച്ചിട്ടുള്ളത്. ഇൻഫാക്ട് പേടിപ്പിക്കാൻ വേണ്ടി പറയുമല്ല, UPSC എക്സാമിനേഷന് ചില ഏരിയാസിൽ നിന്നും നമുക്ക് തന്നെ പറയാൻ പറ്റും ഇത്ര ഭാഗത്തിന് അപ്പുറത്തേക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ KASന് അതിനും അപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സബ്ജക്ട് വൈസ്. ഇപ്പൊ എന്റെ സബ്ജക്ട് ജോഗ്രഫിയാണ്. ജോഗ്രഫി ഓപ്ഷണലിൽ പോലും ചോദിക്കാത്ത ചോദ്യങ്ങൾ 3 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ അത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് സിലബസിന്റെ ഭാഗം കൂടിയിട്ടാണ്. സിലബസിൽ ഒരൊറ്റ കീവേഡേ കാണത്തുള്ളൂ. അതിന്റെ ഏത് എക്സ്റ്റെന്റ് വരെയുള്ള ചോദ്യങ്ങളും വരാം. അത് നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മളുടെ കയ്യിൽ ഒരു ബുക്ക് കിട്ടുന്നു, തീർച്ചയായിട്ടും അത് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാകും.
അതിൽ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകൾ എല്ലാം ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് കറണ്ട് അഫേഴ്സ് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം, അല്ല ഇതിനപ്പുറത്തേക്ക് ഒരു പോയിന്റ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് ആ ബുക്കിനെ നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡേറ്റ അടങ്ങുന്ന ബുക്കാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആളുകളുണ്ടെങ്കിൽ എൻവയോൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തവണ ചോദിച്ചിട്ടുണ്ട് സോളാർ പവർ പ്ലാന്റ് അല്ലെങ്കിൽ സോളാർ എനർജി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും റീസെന്റ് അപ്ഡേറ്റ് വന്നിട്ട് ഗുജറാത്ത് എന്ന് പറയുന്നത് ആൻസർ വന്നിരുന്നു. അപ്പോൾ വളരെയധികം ഡിബേറ്റ് ഉണ്ടായിരുന്നു രാജസ്ഥാനാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആസ് ഓഫ് March 31 മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അപ്ഡേറ്റ് കൊണ്ടുവന്നതിന് ശേഷം ചോദിച്ച ചോദ്യമായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് അത് രാജസ്ഥാന്റെ കയ്യിലായതുകൊണ്ട് എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് അപ്ഡേറ്റോട് കൂടിയിട്ടാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഡെവലപ്മെന്റുകൾ ഓരോ ഏരിയയിലും കറണ്ട് അഫേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഏരിയയിൽ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ പോലും അതിൽ അപ്ഡേറ്റുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് നടന്നിട്ടുള്ള ഓരോ ഹിസ്റ്റോറിക്കൽ ഇവന്റ് അതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള അതിന്റെ വാർഷികങ്ങളൊക്കെ വരുന്നതും വൈക്കം സത്യാഗ്രഹം അതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടന്റ് ഏരിയാസ് വരുന്നിടത്ത് അപ്ഡേഷൻ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ആ ബുക്കിനകത്ത് നിന്നും സെക്രട്ടേറിയറ്റിന് ചോദിച്ചിട്ടുള്ള കാര്യമുണ്ടായിരുന്നു, വൈക്കം സത്യാഗ്രഹയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന 5 വ്യക്തികൾ താഴെ പറയുന്നവയിൽ 5 വ്യക്തികളെന്നല്ല താഴെ പറയുന്നതിൽ ആരൊക്കെയാണെന്നുള്ളത്. യൂഷ്വലി നമ്മൾ 3 പേരുടെ പേരാണ് കേട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്നത് പോലെ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ്. അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് റിമെമ്പർ, ഇതെല്ലാം ഓപ്ഷണൽ ആണ്. ഒരാൾക്ക് ബുക്ക് നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാകും നിങ്ങൾക്ക്, നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് അറ്റ് ഇൻഡിവിജ്വൽ കോസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ചിട്ട് വാങ്ങുക, പഠിക്കുക എന്നുള്ളതാണ്. ദെൻ ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. ക്വസ്റ്റ്യൻസ്, അതായത് ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് നിങ്ങളുടെ സൗകര്യാർത്ഥമാണ്. കാരണം സ്ട്രീം 2 and 3 പഠിക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും എഴുതാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വീക്കിൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതല്ല ഡെയിലി ആണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വീക്കിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ദിവസവും ഓരോ ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം എന്ന രീതിയിൽ അറ്റൻഡ് ചെയ്താൽ മതി. സാർ, ഈ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം അതില് നമ്മള് പോർഷൻസ് കവർ ചെയ്യുന്നത്, സിലബസ് കവർ ചെയ്യണത് എങ്ങനെയായിരിക്കും? ഷെഡ്യൂൾ ഷെയർ ചെയ്തത് ഈ 4500 കോഴ്സിൽ നിന്ന് എങ്ങനെ അത് വ്യത്യസ്തമാവും അതിന്റെ ക്ലാസ്സുകൾ? തിര ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ആണ്, അതൊരു ക്ലാസ് അല്ല. അതായത് ക്ലാസ്സുകൾ ഓൾറെഡി നമുക്കുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ടോട്ടൽ നമ്മുടെ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമാണ് തിര എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ക്ലാസ്സസോ ഡിസ്കഷൻസോ ഉണ്ടാവില്ല. നമ്മൾ തന്നിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ പഠിക്കുന്നു. ആ പഠിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് എഴുതി തരുന്നു, അത് കറക്റ്റ് ചെയ്ത് തിരിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്കുണ്ടാവുന്ന ഇഷ്യൂസും മറ്റു കാര്യങ്ങളും റെക്ടിഫൈ ചെയ്ത് തരിക എന്നുള്ളതാണ്. അപ്പൊ ഇതില് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് നമുക്ക് കണ്ടന്റ് അത്യാവശ്യം അറിയാവുന്നവരായിരിക്കും എല്ലാവരും. അങ്ങനെ അറിയാൻ വയ്യാത്ത ആളുകൾക്കും സംശയമുള്ള ആളുകൾക്കുമാണ് ക്ലാസ്സസ് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, വലുതായിട്ട് പഠിക്കാതെ പ്രിലിംസ് എഴുതി എന്നാൽ മെയിൻസ് കിട്ടി, എന്നാൽ മെയിൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് ക്ലാസ്സുകൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ആ ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സർ, ആ ക്ലാസ്സസ് എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇനിയും വരുന്നുണ്ടോ? അതിന്റെ അകത്ത് ക്ലാസ്സസ് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും പുതിയ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെന്തിന്റെ ക്ലാസ് ആയിരിക്കും? മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പറ്റാവുന്ന, നമുക്കിപ്പം കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇപ്പം സാർ തന്നെ ക്വസ്റ്റനിൽ പറഞ്ഞില്ലേ ഗഗൻയാൻ പ്രൊജക്ടിനെ പറ്റിയിട്ട്, അത് 2019 അല്ലെങ്കിൽ 2021 ചോദിച്ചപ്പം അത് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന, അന്ന് ഏറ്റവും റീസെന്റ് ആയിരുന്നു, പ്ലാനിങ് സ്റ്റേജ് ആയിരുന്നു. ഇപ്പം നമുക്ക് ആ സമയത്ത് എന്താണ് ഈ പറയുന്ന രീതിയിൽ കറണ്ട് അഫേഴ്സിൽ അല്ലെങ്കിൽ ഇപ്പൊ അത് ആ പ്രൊജക്ട് നടക്കാൻ പോവുകയാണ്. അപ്പൊ അതേപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം അതുകൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഈ ഒരു 2 മാസത്തിനുള്ളിൽ നടക്കുന്നതും അതുപോലെ തന്നെ പ്രിലിംസിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് അതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് മെയിൻസ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കണം എഴുതേണ്ടത് എന്ന് പറഞ്ഞിട്ട് PYQs വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷനും അതിൽ വരുന്നുണ്ട്. ഓക്കെ സാർ, ഇതിനകത്തൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. തിര ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിൽ മെന്റർഷിപ്പ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത്. ഇൻഡിവിജ്വൽ മെന്ററിംഗ് ഉണ്ടാകും. ഓക്കെ.
And any more doubts? Okay. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഈ സെഷൻ. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിയാമ്പിളിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഇൻ കേസ് നിങ്ങൾ പ്രിയാമ്പിളിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പ്രിയാമ്പിൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എൻക്വയറീസ് നടത്താവുന്നതാണ്. അതല്ല പ്രിയാമ്പിളിന്റെ ഓഫീസ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എൻക്വയറി ചെയ്യാം. പ്രിയാമ്പിളിന്റെ ടെലിഗ്രാം ചാനൽ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. സോ എനിവേ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഒരു കാര്യം ഇതിനകത്ത് സെക്രട്ടറി ടെസ്റ്റിന് പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്ക് പേപ്പർ 2ന്റെ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പ്രിയാമ്പിൾ ആപ്ലിക്കേഷൻ വഴി. ആ പേപ്പർ 2ന്റെ ഓൾ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ ക്ലാസ് നോട്ട്സ്, ക്ലാസ് ടെസ്റ്റ് എന്നിവ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടി ഞാൻ പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ എഴുതുന്നവരുണ്ടാവും. അപ്പോൾ അതിൽ പേപ്പർ 2 എന്ന് പറയുന്ന പുതിയ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ഏരിയ കൂടി വരുന്നുണ്ട്. 9 ടോപ്പിക്കുകളാണ് അവിടെ കവർ ചെയ്യുന്നത്. ആ 9 ടോപ്പിക്കുകൾ അടങ്ങുന്ന പാക്കേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് KASന്റെ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കിന്റെയും ക്ലാസ്സുകൾ, ക്ലാസ് നോട്ടുകൾ, ക്ലാസ് ടെസ്റ്റുകൾ ഇതായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. പേപ്പർ 2 ആണ്, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഫ്രീ എന്നുള്ളത്. ഫ്രീ എന്നുള്ളത് പ്രിയാമ്പിൾ എഡ്യൂക്കേഷന്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യം പ്ലാൻ ചെയ്ത ക്ലാസ് ആയിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്ന തീരുമാനത്തിലാണ് ആ ക്ലാസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് KASന് ഫീസ് വന്നത്. ഇൻ കേസ് KAS ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ അതിന് ഫീസ് ഉണ്ടാകത്തില്ലായിരുന്നു. സോ ആരെങ്കിലും മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. എല്ലാ ക്ലാസ്സുകളും അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു തുടങ്ങാവുന്നതാണ്. ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇനി കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രിയാമ്പിളിന്റെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു.